നമുക്ക് ഇന്നത്തെ JEE എക്സാമിൻ്റെ കെമിസ്ട്രിയിലെ കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. യെസ്, ഈ ചോദ്യം ഇങ്ങനെയാണെന്നും അതോ കോമ്പിനേഷൻസ് ആണ് എന്നും പറയപ്പെടുന്നു. കൃത്യമായിട്ട് അറിയില്ല. ചിലവർ പറയുന്നു എത്ര sp3d എത്രണ്ണം ഉണ്ട് എന്നാണെന്ന് പറയുന്നു. അതല്ല, ഇങ്ങനെ ഒരു കോമ്പിനേഷൻ പറയുന്നുണ്ട്. കൃത്യമായിട്ട് അറിയില്ല. വാട്ട് എവർ ഇറ്റ് ഈസ്, sp3d2 ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ അറിയാലോ അല്ലേ, sp3 ആണ് അല്ലേ ഫസ്റ്റ് ചോയ്സ്. നിക്കൽ ടെട്രാക്ലോറൈഡ് sp3 ആണ്. ദെൻ ഇത് sp3 ആണ്, അറിയാലോ. ആൻഡ് ദിസ് ഈസ് ദ ആൻസർ. ഇതാണ് ആൻസർ, sp3d2 ഹൈബ്രിഡൈസേഷൻ, where it is octahedral geometry അല്ലേ. SF6 octahedral geometry. ഇതെന്താ വരിക, സ്ക്വയർ പ്ലാനാർ ആണ്. dsp2 ഹൈബ്രിഡൈസേഷൻ വരും, റൈറ്റ്. ഇനി അതല്ല, എത്ര sp3d2 എന്നാണെങ്കിൽ ഐ തിങ്ക് ദർ ക്യാൻ ബി എ കോമ്പിനേഷൻ ഓൾസോ. എല്ലാം പരിചയമുള്ള സിമ്പിൾ മോളിക്യൂൾസ് ആണ് അല്ലേ. അടുത്തത്, atomic number of element with lowest first ionization enthalpy. Lowest first ionization enthalpy ആൽക്കലി മെറ്റൽസ് ആയിരിക്കും. അപ്പോൾ ആൽക്കലി മെറ്റൽസിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നതായിരിക്കും നല്ലത്. ആൽക്കലി മെറ്റൽസ് അറിയാലോ, ലിത്തിയം, സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം. ഇത് ഏതെങ്കിലും വരാം. അപ്പോൾ സീഷ്യം വരികയാണെങ്കിൽ അതാവാം. ഇതിൽ ആര് വന്നു കഴിഞ്ഞാലും ആവാം, റൈറ്റ്. അപ്പൊ ഇതിൽ ആകെ 2 പേരാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുക. പൊട്ടാഷ്യം 19 ഉണ്ട്, ഫ്രാൻസിയം 87 ഉണ്ട്. സോ ദി ആൻസർ വിൽ ബി 87 ഫ്രാൻസിയം. ആസ് യു നോ, ഡൗൺ ദ ഗ്രൂപ്പ് അയോണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസസ് അല്ലെ. അപ്പൊ പീരിയോഡിക് ടേബിളിൽ അയോണൈസേഷൻ എൻതാൽപ്പി ഏറ്റവും കുറവ് വരുന്നത് ആൽക്കലി മെറ്റൽസ് ആണ്. അതിൽ ഏറ്റവും കുറവ് ആരായിരിക്കും, താഴെ വരുന്ന ആളായിരിക്കും അല്ലെ, റൈറ്റ്. അടുത്ത ചോദ്യം, consider the last electron of element having atomic number 9. Choose correct option എന്നാണ് ചോദ്യം. Atomic number 9 വരുന്നത് ആരാണ്, ഫ്ലൂറിൻ ആണ് അല്ലേ. സോ ഇറ്റ് ഈസ് 1s2 2s2 2p atomic number 9 അല്ലേ, 2p5 എന്ന് വരണം, 2p5 വരണം. Consider the last electron of element having atomic. ഇതില് ലാസ്റ്റ് ഇലക്ട്രോൺ ആണ് ചോദ്യം. Sum of total nodes equal to 1. We are talking about 2p orbital. We are talking about 2p orbital. Radial nodes 0 ആയിരിക്കും. Radial nodes n minus l minus 1. It will be 0. 2 minus 1 minus 1 0 വരും. And angular node equal to l 1 വരും. അപ്പോൾ ടോട്ടൽ നോഡ്സ് 1. ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി സ്റ്റേറ്റ്മെന്റ്സിന്റെ കോമ്പിനേഷൻ ആണോ എന്ന് അറിയില്ല. എന്തായാലും അതിന് മറ്റതും കൂടെ നോക്കാം. n ഈക്വൽ ടു 2 l ഈക്വൽ ടു 0 തെറ്റാണ്. l ഈക്വൽ ടു 1 വരണം, 2p ഓർബിറ്റൽ അല്ലേ, അപ്പോൾ അത് തെറ്റാണ്. ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ഇൻ 2s ഓർബിറ്റൽ തെറ്റാണ്, 2pയിലാണ്. ദർ ആർ 5 ഇലക്ട്രോൺ വിത്ത് l ഈക്വൽ ടു 0. l ഈക്വൽ ടു 0 5 ഇല്ല, 4 ഉള്ളൂ കേട്ടോ. അപ്പോൾ അതും തെറ്റാണ്. മേ ബി സ്ട്രേറ്റ് കോമ്പിനേഷൻ. ഫസ്റ്റ് ചോയ്സ് ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, consider the following statement. Statement 1, H2SC more acidic than H2SC more acidic than H2TE. H2SC more acidic than H2TE. തെറ്റല്ലേ. Down the group for hydrides, down the group acidic character increases, right? In the increasing order HF, HCl, HBr, HI പഠിച്ചിട്ടുണ്ട്. H2O, H2S, H2SC, H2TE, H2PO പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഡൗൺ ദ ഗ്രൂപ്പ് ഹൈഡ്രൈഡ്സിന്റെ കേസിൽ ഡൗൺ ദ ഗ്രൂപ്പ് അസിഡിക് ക്യാരക്ടർ കൂടി വരും. ആൻഡ് ഓബ്വിയസ്ലി ദിസ് ഈസ് മോർ അസിഡിക് ദാൻ ദിസ്. അപ്പോൾ അത് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. H2SC has higher bond dissociation enthalpy. H2SC has higher bond dissociation enthalpy and hence thermal stability decreases down the group. Most stable മുകളിലാണ്. Bond dissociation enthalpy ഏറ്റവും കൂടുതൽ മുകളിലാണ്. താഴത്തോട്ട് വരുംതോറും കുറഞ്ഞു വരും as the size of the atom increases അല്ലേ. അപ്പോൾ ഇത് കറക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണ്, 2 കറക്റ്റ് ആണ്. ആൻസർ ഈസ് ഓപ്ഷൻ 2 ഇത്.
അടുത്തത് consider the following sequence of reaction given below. This is treated with alcoholic KOH. അപ്പോൾ ഇവിടെ എന്താണ് കിട്ടുക? ഇവിടെ കിട്ടുന്നത് ഒരു എലിമിനേഷൻ നടക്കും. യു ഗെറ്റ് ലൈക്ക് ദിസ്. ഹൈഡ്രോകാർബൺസ് എന്ന ചാപ്റ്റർ റെഫർ ചെയ്യാം. യു വിൽ ഗെറ്റ് ലൈക്ക് ദിസ്. ഒരു എലിമിനേഷൻ നടക്കും. അടുത്തത് NaNH2. അപ്പൊ രണ്ട് എലിമിനേഷൻ നടക്കും. രണ്ടാമത്തേതും എലിമിനേഷൻ നടക്കും. യു ഗെറ്റ് ലൈക്ക് ദിസ് അല്ലെ. പ്രിപ്പറേഷൻ ഓഫ് ഡീഹൈഡ്രോ ഹാലോജിനേഷൻ ഓഫ് വിസിനാൽ ഡൈഹാലൈഡ്സ് പഠിക്കുന്നതാണ് കേട്ടോ, പഠിക്കുന്നതാണ്. അപ്പോൾ ആൽക്കൈൻ ഫോം ചെയ്യും അവിടെ. അത് കഴിഞ്ഞ് മെർക്കുറിക് സോൾട്ട് വിത്ത് H+ ആൻഡ് വാട്ടർ, ദാറ്റ് ഈസ് എ ഹൈഡ്രേഷൻ പ്രോസസ്. ഹൈഡ്രേഷൻ പ്രോസസ് നടന്നു കഴിഞ്ഞാൽ കിട്ടുന്നത് കീറ്റോൺ ആണ്. ഹയർ ആൽക്കൈൻസ് വിൽ ഗിവ് യു കീറ്റോൺസ്. Alkynes when treated with the water, hydration reaction. അടുത്തത് ക്ലെമൻസൺ റിഡക്ഷൻ ആണ്. ക്ലെമൻസൺ റിഡക്ഷൻ നടന്നാൽ എന്ത് സംഭവിക്കും? ഇതങ്ങ് ഇല്ലാണ്ടാവും. സോ യു ഗെറ്റ് ദ സൈക്ലോ ഒക്ടെയിൻ കിട്ടും. ഇങ്ങനെ കിട്ടും. സോ ദി ആൻസർ ഈസ് ഫസ്റ്റ് ചോയ്സ്. ഇതായിരിക്കും കറക്റ്റ് ആൻസർ വരേണ്ടത്. റൈറ്റ്. ആദ്യത്തെ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് ഡീഹൈഡ്രോ ഹാലോജിനേഷൻ. റൈറ്റ്. അടുത്തത് എഗെയിൻ ഡീഹൈഡ്രോ ഹാലോജിനേഷൻ ആൽക്കൈൻ. അടുത്തത് ഹൈഡ്രേഷൻ കീറ്റോൺ. ലാസ്റ്റ് ക്ലെമൻസൺ റിഡക്ഷൻ. ഓക്കെ. അടുത്ത ചോദ്യം. കറക്റ്റ് IUPAC നെയിം ഓഫ് ദ മോളിക്യൂൾ. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. 1 അല്ലെ, നമ്പറിങ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. 1 2 3 4 5. സോ ഇറ്റ് വിൽ ബി 4 എന്ന് വരണം. 4 എന്ന് വരുമ്പോൾ തന്നെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. 4-ethyl cyclopent 2-in-1-all. റൈറ്റ്. വളരെ ലളിതമായിട്ടുള്ള ഒരു നെയിമിംഗ് ആണ്. അടുത്തത് കറക്റ്റ് ഡിക്രീസിംഗ് ഓർഡർ ഓഫ് സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് വാല്യൂസ്. ക്രോമിയത്തിൽ എത്ര വരിക? ക്രോമിയം വരുന്നത് D5S1 ആണ്. അപ്പോൾ 3+ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് 1 പോയി, ഇവിടുന്ന് 2 പോയി, D3 വരും. അപ്പോൾ 3 അൺപെയ്ഡ് ഇലക്ട്രോൺ. ക്രോമിയം 2+ലൂടെ 4 അൺപെയ്ഡ് ഇലക്ട്രോൺ. അപ്പോൾ ആ ഓർഡർ തെറ്റാണെന്ന് മനസ്സിലാവും അല്ലേ? പിന്നെ Cu2+ൽ 1 അൺപെയ്ഡ് ഇലക്ട്രോൺ, Cu+ 0. അപ്പോൾ Cu+ മിനിമം വരണം, Cu2+ മാക്സിമം വരണം. ഇത് ഓക്കെ ആവില്ലേ? ഇവിടെ 4, ഇവിടെ 3, ഇവിടെ ഒരെണ്ണം, ഇവിടെ 0. കറക്റ്റ് അല്ലേ? സോ ദാറ്റ് വിൽ ബി ദ കറക്റ്റ് ആൻസർ. റൈറ്റ്. ഇൻ ദ ഓർഡർ ഓഫ് നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ. കാരണം സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റിന്റെ ഓർഡർ ആണ്. അപ്പോൾ ആ ഓർഡറിലായിരിക്കും വരേണ്ടത് കേട്ടോ. ഓക്കെ. അടുത്തത് the correct sequence of reagents to added for the following conversion. ഇതിനെ ഇതാക്കി മാറ്റണം. ബ്രോമിൻ വിത്ത് അയൺ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ബ്രോമിൻ വരും അല്ലെ? ഇത് ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആണല്ലോ. പിന്നെ ആൽക്കഹോളിക് KOH. രണ്ടാമത്തെ സ്റ്റെപ്പ് റിയാക്ഷൻ ഇല്ല. അവിടെ ബ്രോമിൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ റിയാക്ഷൻ ഇല്ല, ഔട്ടാണ്. ഇനി ആദ്യത്തേത് ഇവിടെ ബ്രോമിൻ വന്നു, പിന്നെ ക്ലോറിൻ ഹീറ്റ് ചെയ്യുക. അപ്പോൾ ക്ലോറിൻ ഇവിടെ വരും. പിന്നെ alcoholic KOH. So second choice is the correct answer and I will write the reaction. ആ റിയാക്ഷൻ നോക്കുക. ആദ്യത്തെ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് മുകളില് എത്തിലുണ്ട്, ഇവിടെ ബ്രോമിൻ വരും. രണ്ടാമത്തെ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ മുകളില് എത്തിലിന്റെ ഇവിടെ ക്ലോറിൻ വരും, ഇവിടെ ബ്രോമിൻ ഉണ്ട്. ആൻഡ് നൗ ആൽക്കഹോളിക് KOH ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് ആയിട്ട് മാറും. ശരിയല്ലേ? റൈറ്റ്. അത്രയും ചോദ്യങ്ങളാണ് കെമിസ്ട്രി പാർട്ടിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. യെസ്, മറ്റ് വിഷയങ്ങൾ കണ്ടിന്യൂ ചെയ്യും കേട്ടോ.
3-dimensional geometry ആദ്യത്തെ ചോദ്യം മാത്സ്. ഓക്കെ, മാത്സിലെ ക്വസ്റ്റ്യൻസ് ഇതുവരെ കണ്ടിടത്തോളം എളുപ്പമായിരുന്നു. ഓക്കെ, വിൽ ഡിസ്കസ് മാത്സ് ക്വസ്റ്റ്യൻ ചെയ്യാം. 2 lines x minus 3Dയിലെ ക്വസ്റ്റ്യൻ ആണ്. x minus 1/2 is equal to y minus 2/3 is equal to z minus 3/4 and ഈ ലൈനിൽ അതിൽ ലാംഡ ഉണ്ട്. ഹാസ് എ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് 1/√6. Lambda 1, lambda 2 are values of lambda in the radius of the circle passing through the origin lambda 1, lambda 2, lambda 2, lambda 1. Okay. അപ്പോൾ അതിന് ലാംഡയുടെ പോസിബിൾ വാല്യൂസ് കാണാം. ഇത്രയേ ഉള്ളൂ. അപ്പം ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന്റെ ഫോർമുല എന്താണ്? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന്റെ ഫോർമുല ഇറ്റ് ഈസ് മോഡുലസ് ഓഫ് a1 minus a2 dot b1 cross b2 divided by modulus b1 cross b2. ഇതാണ്. അപ്പം ഇതിന്റെ വാല്യൂ ഡിറ്റർമിനന്റ് ഓഫ് ദിസ് ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് ദിസ് ആണ് അതിന്റെ മോഡുലസ്. അപ്പൊ ഇവിടെ b1 ക്രോസ് b2, b1 ഇതൊക്കെ ഭംഗിയിലാണ്, ലൈൻസ് സിമെട്രിക് ഫോമിലാണ്. അപ്പൊ 2, 3, 4 പിന്നെ 3, 4, 5 3, 4, 5 b1 ക്രോസ് b2 ആയി. അപ്പൊ അതിന് ഇവിടെ 2, 3, 4 3, 4, 5 ഇവിടെ a1 മൈനസ് b2. അപ്പൊ ലാംഡ മൈനസ് 1, കാരണം ലാംഡ 3, 4 ആണ് ഇവിടുത്തെ പോയിന്റ്. ഇവിടുത്തെ പോയിന്റ് 1, 2, 3 ആണ്. അപ്പൊ 3 മൈനസ് 2 4 മൈനസ് 3 ഇതിന്റെ വാല്യൂ √6 ആണ്, 1/√6 ആണ്. അപ്പൊ ഇതിന്റെ വാല്യൂ നമുക്ക് നോക്കാം. ഇതിന്റെ വാല്യൂ എന്താ? ഇതിന്റെ വാല്യൂ ഡിറ്റർമിനന്റ് മോഡുലസ് ഓഫ് i into 15 minus 16 it is -1 minus j into 10 minus 12 it is -2 plus k into 8 minus 9 it is -1 modulus. ഇതിനെ മോഡൽ എഴുതിയാൽ മതി. ഡിറ്റർമിൻ ലാംഡ -1 into -1 -1 into -2 plus 1 into -1. ഇതിന്റെ വാല്യൂ ആണ് 1/√6. അപ്പൊ ഇത് i plus 2j plus k യുടെ മോഡുലസ് എന്താ? √6 ആണ്. അപ്പൊ ഈ ടേമും ക്യാൻസൽ ആവും. വാട്ട് റിമെയിൻസ്? മോഡുലസ് ഓഫ് മൈനസ് ലാംഡ, ഇതിന്റെ വാല്യൂ എന്താ വരിക? മൈനസ് ലാംഡ പ്ലസ് 1 പ്ലസ് 2 -1. അപ്പൊ ഇറ്റ് ഇസ് മോഡുലസ് ഓഫ് ലാംഡ -1 അല്ലെങ്കിൽ മൈനസ് ലാംഡ പ്ലസ് 2 അല്ലെങ്കിൽ 2 മൈനസ് ലാംഡ -1 എഴുതിയാൽ ലാംഡ -2 എഴുതിയാലും കുഴപ്പമില്ല അല്ലെ? മോഡുലസ് ഓഫ് ലാംഡ -2 അല്ലെ? 2 മൈനസ് ലാംഡ can be written as
ഈ 1 മൈനസ് 1 വെട്ടിപ്പോകും. ഇസ് ഈക്വൽ ടു 1. അപ്പൊ ലാംഡയുടെ വാല്യൂ ലാംഡ മൈനസ് 2 ഒന്നുകിൽ 1 ആവാം അല്ലെങ്കിൽ -1 ആവാം അല്ലേ? മൈനസ് ലാംഡ പ്ലസ് 2 അല്ലേ? മൈനസ് ലാംഡ പ്ലസ് 1 പ്ലസ് 2 -1. 1 -1 വെട്ടിപ്പോകും. ലാംഡ -2 1 -1 ആവാം അല്ലേ? അപ്പോൾ വാട്ട് ദ വാല്യൂ ഇവിടെ കൊടുക്കുമ്പോൾ ലാംഡയുടെ വാല്യൂ എന്താവാം? 3 ആവാം 1 ആവാം അല്ലേ? ഇതാണ് ലാംഡ 1ഉം ലാംഡ 2ഉം. അപ്പം ലാംഡ 1ന്റെ വാല്യൂ 3ഉം ലാംഡ 2ന്റെ വാല്യൂ 1ഉം ആണ്. ദാറ്റ്സ് ഓൾ. അപ്പം ലാംഡ 1 0 0 ലാംഡ 1 ലാംഡ 2 ലാംഡ. അപ്പം ഈ 3 പോയിന്റ്സ് 0 0 ലാംഡ 1 ലാംഡ 2 ഇറ്റ് ഇസ് 3,1 ആൻഡ് 1,3. ഇത് വെർട്ടിസസ് ആയിട്ടുള്ള ട്രയാങ്കിളിന്റെ അല്ല, then the radius of the circle passing through these 3 points. ഈ 3 പോയിന്റ്സ് കൂടി പാസ് ചെയ്യുന്ന സർക്കിളിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാലോ. x² + y² + 2gx + 2fy + c = 0 ആയിരിക്കും. ഓറിജിനിൽ കൂടി പാസ് ചെയ്യുന്നതുകൊണ്ട് c ഉണ്ടാവില്ല. അപ്പോൾ it is x² + y² + 2gx + 2fy + c ഉണ്ടാവില്ല, 0 ആണ് അല്ലേ? 0 0 ഉള്ളതുകൊണ്ട് c ഉണ്ടാവില്ല. അപ്പം നമുക്ക് 2 ഇക്വേഷൻസ് വരും. ജിയിലും എഫിലും 2 ഇക്വേഷൻസ് കിട്ടും. ജിയും എഫും സോൾവ് ചെയ്യുക. എന്നിട്ട് അതിൽ റേഡിയസ് കാണാം. വാട്ട് ഇസ് ദ റേഡിയസ്? റേഡിയസ് ഇസ് √g² + f² - c. സി ഇല്ലാത്തതുകൊണ്ട് g² + f² ചെയ്താൽ മതി. അതാണ് ചോദിച്ചത്, റേഡിയസ് അല്ലേ? ഓക്കെ. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 3 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 9 + 1 + 6g + 2fy ഉണ്ട് കേട്ടോ. ബട്ട് 6g + 2f ഇതിന്റെ വാല്യൂ 0 ആണ്. 1 3 കൊടുത്താൽ 1 + 9 + g 2g + 6f ഇതിന്റെ വാല്യൂ 0 ആണ്. അപ്പോൾ എഫും ജിയും കാണുമ്പം ഇറ്റ് ഇസ് 6g + 2fന്റെ വാല്യൂ -10 ആണ്. അതേപോലെ 2g + 6fന്റെ വാല്യൂ -10 ആണ്. ഓക്കെ, ഏതെങ്കിലും ഒന്ന് സോൾവ് ചെയ്താൽ മതി. ഇതിന് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തോളൂ. ഇതിന് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ 6 is 18 - 2 16f is equal to -30 - 10. അപ്പോൾ ഇറ്റ് ഇസ് -20 അല്ലേ? -30 + 20 ഇറ്റ് ഇസ് -20. അപ്പോൾ എഫിന്റെ വാല്യൂ -10/8 ആണ്. എഫിന്റെ വാല്യൂ -10/8 ആണ്, അല്ലെങ്കിൽ -5/4 ആണ്. എഫിന്റെ വാല്യൂ -5/4 ആണെങ്കിൽ ജിയുടെ വാല്യൂ സിമെട്രിക് ആണ്. ജിയുടെ വാല്യൂ -5/4 തന്നെ ആയിരിക്കും. സെയിം ഐഡിയ തന്നെയാണ്. അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ 6 × g പ്ലസ് എഫിന്റെ വാല്യൂ എന്താ? -10/4 2 × 5/4 അല്ലേ? അപ്പം -10/4 is equal to -10. അപ്പോൾ 6gയുടെ വാല്യൂ -10 + 10/4 വരും. അപ്പോൾ 6g is equal to -40 + 10. It is -30/4. ഉണ്ട്. ജിയുടെ വാല്യൂ -5/4 തന്നെയാണ്. അപ്പോൾ ജി ഇസ് ഓൾസോ -5/4. സിമെട്രിക് ആയതുകൊണ്ട് ജിയും -5/4 തന്നെയായിരിക്കും. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വാട്ട് ഇസ് ദ വാല്യൂ ഫോർ √25/16 + 25/16. അപ്പോൾ ദാറ്റ്സ് ആൻസർ. 25/16 + 25/16. റേഡിയസ് ഓഫ് ദ സർക്കിൾ ചോദിച്ചത്. അപ്പോൾ ഇറ്റ് ഇസ് 25/16 റൂട്ട് ഇതെന്താ? 5/4. അപ്പോൾ 5/4 √2 ഇതാണ് ആൻസർ. 5/4 √2 is answer. The answer is 5/4 √2. Radius is 5/4 √2. Right? Okay. അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതിപ്പോൾ പണ്ട് പോസിബിൾ വാല്യൂസ് ഓഫ് ലാംഡ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാ ചോദിച്ചത്? ദാറ്റ്സ് ഓൾ. ഇനി ഇത് വളരെ സിമ്പിൾ ചോദ്യമാണ്. 12 points in a plane in which 5 are collinear so that no 3 of them are in a straight line. In the number of triangles that can be formed with any 3 vertices from 12 points. അതായത് 12 പോയിന്റ്സ് ഉണ്ട്. അതിൽ 5 പോയിന്റ്സ് കൊളിനിയർ ആണ്. ഈ 12 പോയിന്റ്സ് നോൺ കൊളിനിയർ ആണ്. എത്ര ട്രയാങ്കിൾസ് ഉണ്ടാവും? 12C3 ട്രയാങ്കിൾസ് ഉണ്ടാവും. അതിൽ നിന്ന് 5 പോയിന്റ്സ് കൊളിനിയർ ആണല്ലോ. അപ്പോൾ 5C3 കുറയ്ക്കാം. That's all. 12C3 minus. But 12C3 would have been the answer if all the points were collinear, non-collinear. But 12C3 in the 5C3 കുറയ്ക്കാം. 12C3 യുടെ വാല്യൂ എന്താ? 12 × 11 × 10.
by 1 into 2 into 3 6 ആണ് minus 5c3 10 ആണ്. അപ്പോൾ 6 3 is ഇവിടെ 5 വരും. 3 will go here 4 times. 5 4 is 20. 220 minus 10. Answer will be 210. 210 is answer. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്, സിമ്പിൾ ചോദ്യമാണ്, എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഈ ചോദ്യം അതെ നമ്പർ ഓഫ് റാഷണൽ ടേംസ് ഇൻ ദ ബൈനോമിയൽ എക്സ്പാൻഷൻ, ഇതും അതെ വളരെ സിമ്പിൾ ചോദ്യമാണ്. എന്താ ചെയ്യേണ്ടത്? ഇറ്റ് ഇസ് 5^1/2 പ്ലസ് ഇതും അതെ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. 99% ഓഫ് ദ കുട്ടികളും ചെയ്തിട്ടുണ്ടാവും. റേസ് ടു 1016 ആണ്. ഇതിൽ 2ന്റെയും 8ന്റെയും LCM, ഇത് ജനറൽ ടേം ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. കാരണം റാഷണൽ ടേം വരണമെങ്കിൽ 2ന്റെ അതായത് ഇങ്ങനെയാണ് ജനറൽ ടേം ഇതാണല്ലോ 1016 NCR 5/5^1/2 raised to 1016 minus r into 7 raised, ഇതൊന്നും എഴുതണ്ട കേട്ടോ, വെറുതെ എഴുതുന്നേ ഉള്ളൂ, raised to r. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്താൽ 1016 CR into 5 raised to 1016 minus r/2 into 7 raised to r/8 വരണം. ഇതിപ്പോൾ 5ന്റെയും 7ന്റെയും പവർ ഇൻഡിജർ ആയാൽ മാത്രമേ റാഷണൽ ടേംസ് ഉണ്ടാവുള്ളൂ. നമ്പർ ഓഫ് റാഷണൽ ടേംസ് ആണ് ചോദിച്ചത്. അപ്പോൾ റാഷണൽ ടേംസ് ആണെങ്കിൽ r ഷുഡ് ബി എ മൾട്ടിപ്പിൾ ഓഫ് 2 ആസ് വെൽ ആസ് 8. അപ്പോൾ 2ന്റെയും 8ന്റെയും മൾട്ടിപ്പിൾ ആണെങ്കിൽ 8ന്റെ മൾട്ടിപ്പിൾ ആണ്. r ഷുഡ് ബി എ മൾട്ടിപ്പിൾ ഓഫ് 8. r മൾട്ടിപ്പിൾ ഓഫ് 8 ആണെങ്കിൽ r 0 ആവാം, 8 ആവാം, 16 ആവാം, ഇങ്ങനെ പോയിട്ട് ഇതിൽ 8 പോവോ? 1016 8 പോവോ? 1016 8 പോവോ നോക്കൂ. 8 1 8 8 21 8 2 16 കഴിഞ്ഞാൽ 4 5 56 കറക്റ്റായിട്ട് പോകും. 127 ടൈംസ് പോകും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1016. അപ്പോൾ ഇതിൽ ഇവിടുന്ന് തൊട്ടിട്ട് ഇതുവരെ 127 ടേംസ് ഉണ്ടാവും. അപ്പോൾ ഇതടക്കം 128 ടേംസ് ഉണ്ടാവും. ആൻസർ ഇസ് 128 ടേംസ്. ഈ 128 ടേംസ് ആയിരിക്കും നമ്പർ ഓഫ് റാഷണൽ ടേംസ്. ഇതിപ്പോൾ മൊത്തം 1017 ടേംസ് ഉണ്ടാവും. 1017 128 കുറച്ചാൽ കിട്ടുന്ന നമ്പർ ഓഫ് ഇറാഷണൽ ടേംസ് ആയിരിക്കും. ഇതും വളരെ സിമ്പിൾ ചോദ്യമാണ്. ഓക്കെ, പിന്നെ ഇതൊരു ചോദ്യമുണ്ട്. ഓക്കെ, നമുക്ക് കെമിസ്ട്രി സാറ് വരും, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു ചോദ്യം കേട്ടോ, വെയിറ്റ് ചെയ്യണം. കുറച്ച് ക്വസ്റ്റ്യൻസോടെ നോക്കാം. സീരീസുമായി ബന്ധപ്പെട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. 1/1^4 plus 1/2^4 etc. is equal to π⁴/90. അതുപോലെ തന്നെ ഓൾ ടൈംസ് 1/1^4 1/3^4 പ്ലസ് എക്സെട്ര, അതിൻ്റെ വാല്യൂ ആൽഫ, ഈവൻ ടൈംസ് ബീറ്റ, ആൽഫ/ബീറ്റ കിട്ടണം. ഒരു നമ്പറായിട്ട് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് പല മെത്തേഡിൽ ചെയ്യാം. നമുക്ക് ആദ്യം ബീറ്റയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ബീറ്റ ഇസ് ഈക്വൽ ടു 1/2^4 എന്നുള്ളതിനെ 1 × 2^4 എന്നെഴുതി, 4^4നെ 2 × 2^4 എന്നെഴുതി, 6^4നെ 2 × 3^4 എന്നെഴുതി, പ്ലസ് എക്സെട്ര ഇൻഫിനിറ്റി. ബീറ്റ ഇസ് ഈക്വൽ ടു 1/2^4
2⁴ എല്ലാ ടേമിൽ നിന്നും ഔട്ട്സൈഡ് എടുത്താൽ 1/1⁴, 1/2⁴, 1/3⁴, 1/4⁴, 1/5⁴, etc. up to infinity. Okay. 1/2⁴ ഔട്ട്സൈഡ് എടുത്തു. ഈ 1/2⁴ എന്ന് പറയുമ്പോൾ 16 വരും. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 16 ബീറ്റ ഇസ് ഈക്വൽ ടു, ഞാൻ ഇവിടെ വരുന്ന ടേമുകളെ ഒരു കാര്യം ചെയ്യും. ദിസ് 1/1⁴ പ്ലസ് 1/3⁴ പ്ലസ് 1/5⁴ എന്നുള്ളത് ആൽഫ എന്ന് എഴുതാം. ദിസ് 1/2⁴ പ്ലസ് 1/4⁴ പ്ലസ് 1/6⁴ അങ്ങനെ ഈവൻ വരുന്നതിനെ ബീറ്റ എന്നും എഴുതാം. ശരിയല്ലേ? പിന്നെ ആ സ്റ്റാർട്ടിങ്ങിൽ തന്നിരിക്കുന്നതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു. 1/, so 15 beta equal to alpha, alpha by beta equal to 15. That's the answer. Alpha by beta 15 എന്ന് കിട്ടുന്നു. അതല്ലേ എന്ന് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ആൽഫ ബൈ ബീറ്റ ഈക്വൽ ടു 15. യെസ്, ആൽഫ ബൈ ബീറ്റ 15 കിട്ടുന്നു. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, മനസ്സിലായില്ലേ? 1/2⁴ പുറത്തേക്ക് എടുക്കുന്നു. ഓഡ് ടേംസിന് പകരം വീണ്ടും ആൽഫ കൊടുക്കുന്നു. ഈവൻ ടേംസിന് പകരം ബീറ്റ കൊടുക്കുന്നു. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ എന്ന് വരുന്നു. ബീറ്റ ലെഫ്റ്റിലേക്ക് വന്നാൽ 15 ബീറ്റ ഈക്വൽ ടു ആൽഫ എന്ന് കിട്ടുന്നു. ദെൻ സിംപ്ലിഫൈ ചെയ്ത ആൻസറിലേക്ക് എത്തുന്നു. അടുത്തത് പ്രോബബിലിറ്റിയിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ് എ ഈസ് 0.7, ബി ഈസ് 0.4, എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഈസ് 0.5. നമുക്കൊരു വെൻ ഡയഗ്രത്തിൻ്റെ ഹെൽപ്പോടുകൂടി ഇത് കംപ്ലീറ്റ് ചെയ്യാം. See, P of A 0.7 ആണ്. A ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് 0.5 ആണ്. ഇത് ഞാൻ എ എന്നെടുത്തു, ഇത് ബി എന്നെടുത്താൽ എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് എന്ന് വെച്ചാൽ ഈ പോർഷനല്ലേ ഉദ്ദേശിക്കുന്നത്, എക്കകത്ത് ബിയുടെ പുറത്ത്, അത് 0.5 ആണ്. ഓക്കെ, എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ 0.5 ആണ്. പി ഓഫ് എ എന്ന് പറഞ്ഞാൽ 0.7 ആണ്. കംപ്ലീറ്റ് എ വരുമ്പോൾ 0.7 ആണ്. ഇത് 0.5 ആണെങ്കിൽ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് 0.2 ആയിരിക്കും. പിന്നെ പി ഓഫ് ബി 0.4 ആണ്. പി ഓഫ് ബി കംപ്ലീറ്റ് ബി എന്ന് പറയുന്ന സർക്കിൾ ആട്ടോ 0.4. അപ്പോൾ ഇത് 0.2 ആണെങ്കിൽ ഇത് 0.2 കിട്ടി. അപ്പോൾ പി ഓഫ് ബി 0.2 കിട്ടി. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയില്ലേ? പി ഓഫ് ബി 0.4, പി ഓഫ് എ 0.7, ഇൻ്റർസെക്ഷനും കിട്ടി. ടോട്ടൽ 1 ആയിരിക്കും. അപ്പോൾ ഇത് 0.5 പ്ലസ് 0.4 0.9 കിട്ടും. പുറത്ത് 0.1 വരും. ഓക്കെ, ഇനി കണ്ടുപിടിക്കേണ്ടത് പി ഓഫ് ബി ഗിവൺ എ യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. which is equal to P of B intersection A union B complement by P of A union B complement. A given B എന്നുള്ള റിസൾട്ട് അപ്ലൈ ചെയ്തെന്നുള്ളൂ. P of A given B is equal to P of A intersection B divided by P of B, which is equal to distributive property അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ P of B intersection A union B intersection B complement by P of A union B complement.
വിച്ച് ഈസ് ഈക്വൽ ടു, നിങ്ങൾക്കറിയാം ബി ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ അത് നൾ സെറ്റ് ആയിരിക്കും. പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ, പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ എന്ന് പറഞ്ഞാൽ 0.2 വരും, 0.2 ബൈ പി ഓഫ് എ യൂണിയൻ ബി കോംപ്ലിമെൻ്റ്. എ യൂണിയൻ ബി കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ എയിലുള്ളത് കംപ്ലീറ്റ് എടുക്കാം, പിന്നെ ബിക്ക് പുറത്തുള്ളതും മതി അല്ലേ. എ യൂണിയൻ, ഇതാണ് എ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പൊ എ എന്ന് പറയുന്ന സർക്കിളിനകത്ത് 0.7 വരും, പ്ലസ് ബിക്ക് പുറത്തുള്ളത്, ബിക്ക് പുറത്ത്, ഇതാണ് ബി എന്ന് പറയുന്ന സർക്കിളിന് പുറത്ത്, അപ്പോൾ 0.1. കാരണം ഇത് നമ്മൾ എടുത്തു, ഈ 0.5 നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഓക്കെ, അതല്ലെങ്കിൽ പിന്നെ റിസൾട്ട് അപ്ലൈ ചെയ്യുക, പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്, ഇങ്ങനെ ചെയ്യുക. ആവശ്യമില്ല, നമുക്ക് വെൻ ഡയഗ്രത്തിൽ നിന്ന് എയിലെ കംപ്ലീറ്റ് എടുത്തു, പിന്നെ ബിക്ക് പുറത്തുള്ളതും എടുത്തു. സോ വിച്ച് ഈസ് 0.2 ഡിവൈഡഡ് ബൈ 0.8 ഈക്വൽ ടു 2/8. ആൻസർ ബിക്കം 1/4. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ. വെൻ ഡയഗ്രത്തിൻ്റെ ഹെൽപ്പോടുകൂടി നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്, ഇത് ബൈനോമിയലുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രോഡക്റ്റ് ഓഫ് ദ ലാസ്റ്റ് 2 digits ഓഫ് 1919 ഹോൾ റൈസ് ടു 1919. ബൈനോമിയൽ തിയറം യൂസ് ചെയ്ത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. 1919 the whole raised to 1919 equal to 1920 minus 1 the whole raised to 1919. ബൈനോമിയൽ എക്സ്പാൻഷൻ എ മൈനസ് ബി ഹോൾ റൈസ് ടു എൻ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനകത്ത് മൈനസ് ഔട്ട് സൈഡ് എടുത്താൽ 1 - x ഹോൾ റൈസ് ടു എൻ ചെയ്യാം. എന്ത് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഇത് വരുന്നത് 19 NC0 19Z0 1920 whole raised to 1919 NC0 a raised to n minus NC1 1919C1 1920 raised to n minus 1. ഒന്ന് കുറയും, പവർ ഓരോന്ന് കുറഞ്ഞു പോകും, 1/8 ആയി. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. നമ്മൾ ഇതിനകത്തൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്ത് കഴിയുമ്പോൾ, എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന നമ്പറിൻ്റെ പ്രോഡക്റ്റ് ഓഫ് ലാസ്റ്റ് 2 digits ആണ് നോക്കുന്നത്. അപ്പം ഇതിനകത്തൊക്കെ എന്ന് പറയുമ്പോൾ പവർ 0 വരുന്നത്, റൈസ് ടു 00000 എന്നായി പോകും. അങ്ങനെ വന്നിട്ട് ലാസ്റ്റ് ടൈം എന്ത് വരും? ലാസ്റ്റ് ടൈം വരുന്നത് മൈനസ് ആയിരിക്കും, കാരണം ഓഡ് പവറാണ്. 1919 C1919 ഇൻറ്റു 1 raised to 1919. സെക്കൻഡ് ലാസ്റ്റ് ടൈമോ അത് പ്ലസ് ആയിരിക്കും. അത് വന്നിട്ട് 1918 ഇൻറ്റു 1920. ഇതായിരിക്കും ലാസ്റ്റ് ടൈം വരിക അല്ലേ, ഇൻറ്റു 1 raised to 1918. ഇതിനകത്തൊക്കെ നമുക്ക് ഈ പവർ വരുമ്പോൾ ഇതെല്ലാം 000 ആയി പോകും. ഈ ലാസ്റ്റ് ടൈമിൽ മാത്രം എന്ത് വരും? ഈ ലാസ്റ്റ് 2 ടേമുകൾ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്താൽ NCR ഈക്വൽ ടു NCN മൈനസ് ആർ എന്ന് എഴുതിയാൽ ഇത് 1919 C1 വരും, ഇൻറ്റു 1920 വരും, മൈനസ് ഇത് 1 വരും. NCN 1 ആണ്, 1 raised to എന്ത് പവർ വന്നാലും 1 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 1919 ഇൻറ്റു 1920 മൈനസ് 1 വരും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോഡക്റ്റ് കിട്ടുന്നത്, ഒരു സെക്കൻഡ്, ഇത്രയും വലിയ നമ്പറാണ്. അതിൻ്റെ പ്രോഡക്റ്റ് കിട്ടുന്നത് 36
480 എന്നാണ് വരുന്നത്. 480 മൈനസ് 1 അപ്പോൾ വരുന്നത് 3684479. ഇതായിരിക്കും ലാസ്റ്റ് കിട്ടുന്ന ആൻസർ. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ടു ഡിജിറ്റ്സ് എന്ന് പറയുമ്പോൾ 79 വരും. അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ 9 × 7 63 കിട്ടും. അങ്ങനെ 63 എന്നൊരു ഓപ്ഷൻ വരും. ഞാൻ ചെയ്ത 3 ക്വസ്റ്റ്യൻസും വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, നിങ്ങൾക്ക് ദിവാകരൻ സാറ് കെമിസ്ട്രി ചെയ്തു തരും. താങ്ക് യു. യെസ്, കെമിസ്ട്രിയിലെ ഏതാനും ചോദ്യങ്ങളും കൂടെ നോക്കാം. നമ്മൾ ലാസ്റ്റ് ഇത് ചെയ്തു അല്ലേ, ഇത് ചെയ്തു. അടുത്തത്, ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ദ റേഷ്യോ ഓഫ് ടൈം റിക്വയർഡ് ഈസ് T1/T2 if T is the time consumed when reactant reaches 1/4 initial concentration, 1/4 initial concentration, and T2 time when it reaches 1/8 initial concentration അല്ലേ. അപ്പോൾ T1/T2 എന്ന് പറയുന്നത് T1 എന്ന് പറയുന്നത് 1/4 ടൈമിനുള്ളതാണ് കേട്ടോ, 1/4 ടൈമിനുള്ളതാണ്. That is 2.303 by K log എന്താ വരിക, R0/R എന്ന് വരും. 1/4 കൺസ്യൂംഡ് അല്ലേ, 1/4 ഇനീഷ്യൽ കോൺസെൻട്രേഷൻ വെൻ റിയാക്ടന്റ് റീച്ചസ് 1/4 ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. അപ്പം ഇനീഷ്യൽ 4 ആണെങ്കിൽ ഇത് 1 എത്തണം, റൈറ്റ്. ഇനി താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ T1/8 ആണ്. So that will be again 2.303 by K log R0/R എന്നുള്ളത് 1/8 ആവണം. എന്ന് വെച്ചാൽ ഇത് 8 ആണെങ്കിൽ ഇത് 1 വരണം, ശരിയല്ലേ. സോ വാട്ട് ഹാപ്പൻസ്, ഇത് ക്യാൻസൽ ആയി. സോ ഇറ്റ് വിൽ ബി log 4 ഡിവൈഡഡ് ബൈ log 8 എന്ന് വരും. log 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 log 2, log 8 എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 log 2. സോ ഇറ്റ് ഈസ് 2/3 എന്ന ആൻസർ കിട്ടും കേട്ടോ, 2/3 എന്ന ആൻസർ കിട്ടും, റൈറ്റ്. അത്രേ ഉള്ളൂ. അടുത്ത ചോദ്യം, ദാറ്റ് ഈസ് ഇൻട്രാമോളിക്കുലർ ആൽഡോൾ കണ്ടൻസേഷൻ. ഇൻട്രാമോളിക്കുലർ ആൽഡോൾ കണ്ടൻസേഷൻ കണ്ടാൽ തന്നെ അറിയാം ആൽഡോൾ കണ്ടൻസേഷൻ ആണ്. അപ്പോൾ എത്ര മെമ്പേർഡ് റിംഗ് ആണ് ഫോം ചെയ്യുക, ദർ വിൽ ബി ഇൻട്രാമോളിക്കുലർ. ഇപ്പോൾ ഈ കാർബൺ ഇതിനെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ 1 2 3 4 5 6 7 8 8 മെമ്പേർഡ് റിംഗ് ഒന്നും സ്റ്റേബിൾ അല്ല. സോ ദ പോസിബിലിറ്റി ഈസ് ഇതിനെ അറ്റാക്ക് ചെയ്യാം. ഇവിടെ ബേസ് അറ്റാക്ക് ചെയ്യുന്നു, ബേസ് അറ്റാക്കിംഗ് ഓവർ ഹിയർ ആൻഡ് യു ഗെറ്റ് എ മൈനസ് ഹിയർ ആൻഡ് ആ മൈനസ് ഇവിടെ അറ്റാക്ക് ചെയ്യണം. അപ്പോൾ 1 2 3 4 5 6 6 മെമ്പേർഡ് റിംഗ് ഫോം ചെയ്യും കേട്ടോ, 6 മെമ്പേർഡ് റിംഗ് ഫോം ചെയ്യും. സോ വി ക്യാൻ ഡ്രോ എ 6 മെമ്പേർഡ് റിംഗ്. ഒരു 6 മെമ്പേർഡ് റിംഗ് കൊടുക്കാം, ഇവിടെ നിന്ന് കൊടുക്കാം 1 2 3 4 5 6 7 8 9. So I am giving from here 1 2 3 4 5 6. 6ൽ കീറ്റോ ഗ്രൂപ്പ് ഉണ്ട്, അല്ല അതെന്തായിട്ട് മാറും, 6ൽ ഇത് പോളറൈസ് ചെയ്ത് O മൈനസ് ആവും, അത് OH ആയിട്ട് മാറും. ഇനി 6ൽ തന്നെ ഒരു 7ഉം കൂടിയുണ്ട്, ഇതാണ് 7 കിട്ടും. പിന്നെ 1ൽ എന്തുണ്ട്, 1ൽ ഒരു കീറ്റോ ഗ്രൂപ്പ് ഉണ്ട്, ഇതുണ്ട്. Now this upon heating it will undergo dehydration, alpha beta unsaturated product form ചെയ്യും. alpha beta unsaturated product, ഇവിടെ കീറ്റോ ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ മെത്തിൽ ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട് വരും. Now this is a aldol product. നോക്കടാ, ഫങ്ഷണൽ ഗ്രൂപ്പ് ആൽഫ കാർബൺ ബീറ്റ കാർബൺ, ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് പ്രോഡക്റ്റ്.
ഇതിൻ്റെ IUPAC നെയിമാണ് ചോദ്യം. ഇതിൻ്റെ IUPAC നെയിമാണ് ചോദ്യം. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ദിസ് ഈസ് ദ പ്രിൻസിപ്പൽ പാരന്റ് ചെയിൻ. ഇതിൽ പാരന്റ് ചെയിൻ ഏതാണെന്ന് നോക്കുക. ഇതാണ് പാരന്റ് ചെയിൻ, കിട്ടും. അതാണ് പാരന്റ് ചെയിൻ, റൈറ്റ്. ആൻഡ് ദിസ് ഷുഡ് ബി കൺസിഡേർഡ് ആസ് ദ ബ്രാഞ്ചിങ്. അപ്പോൾ അതിന് എങ്ങനെ പേര് പറയാം? ദിസ് ഈസ് 1 2 എത്തനോൺ എന്ന് വരണം. എത്തനോൺ, അത് മാത്രം നോക്കിയാൽ മതി, ആൻസർ കിട്ടും. എത്തനോൺ എന്നാണ് പേര്, അത് മാത്രം നോക്കിക്കഴിഞ്ഞാൽ ആൻസർ കിട്ടും. യു ഗെറ്റ് എത്തനോൺ, ഇതാണ് ആൻസർ, കിട്ടും. ബാക്കി നമുക്ക് ശരിയാണോ നോക്കാം. 1 2 methyl cyclohexene 1 oil നോക്ക്. ഇറ്റ് ഈസ് 1 ഇത് 1 2 methyl, ദിസ് ഈസ് 1 2 2 methyl, കറക്റ്റ് അല്ലേ? 2 methyl cyclohexenyl ethanol, that is the correct name. ഓക്കെ, അടുത്തത് ലിസ്റ്റ് മാച്ചിങ് ആണ്. ന്യൂക്ലിയോഫൈൽ, ഇലക്ട്രോഫൈൽ, കാർബോകാറ്റയോൺ ഇവിടെ മാച്ച് ചെയ്യണം. ഇപ്പൊ ഏതാ മാച്ചിങ് വരിക? ന്യൂക്ലിയോഫൈൽ എന്ന് വെച്ചാൽ ഇലക്ട്രോൺ റിച്ച് ആണ്, ദാറ്റ് ഡൊണേറ്റ് ഇലക്ട്രോൺസ്. അപ്പോൾ എയില് 4 വരണം, എയില് 4 വരുന്ന 2 ഉണ്ട്. ബി ഇലക്ട്രോഫൈൽ, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്, അക്സെപ്റ്റ് ഇലക്ട്രോൺ. അപ്പോൾ ബിക്ക് 3 വരണം. A4B3 ആൻസർ ആയിട്ടില്ല. കാർബോകാറ്റയോൺ ഈസ് പ്ലാനാർ sp2. കാർബോകാറ്റയോൺ സിക്ക് 2 വരണം. സോ ദി ആൻസർ ഈസ് ഓവർ. ഇതാണ് ആൻസർ അല്ലേ? ഇതാണ് ആൻസർ, കിട്ടും. അതാണ് ആൻസർ. ഇനി D1 കറക്റ്റ് അല്ലേ? കാർബാനയോൺ sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്, പിരമിഡിലാണ്, ടെട്രാഹൈഡ്രൽ ജോമെട്രി എന്ന് പറയാം, കേട്ടോ. സോ ദാറ്റ് വിൽ ബി ദ കറക്റ്റ് ചോയ്സ്. അടുത്ത ചോദ്യം അഗെയിൻ മാച്ച് ലിസ്റ്റിംഗ് ആണ്. ഡൈല്യൂട്ട് KMNO4 ഈസ് ടെസ്റ്റ് ഫോർ അൺസാച്ചുറേഷൻ. Bayer's test, dilute KMNO4, the purple color gets decolorized. Test for unsaturation, you get vicinal diol. ഓർമ്മയുണ്ടല്ലോ, ഹൈഡ്രോകാർബൺസിൽ ഓക്സിഡേഷനിൽ ഒന്നാമത്തെ, ആൽക്കീൻസിന്റെ ഓക്സിഡേഷനിൽ ഒന്നാമത്തെ റിയാക്ഷൻ. അപ്പോൾ A1 എന്ന് വരണം. A1 എന്ന് വരുമ്പോൾ ഇത് രണ്ടും നമുക്ക് കട്ട് ചെയ്യാം. A1 ആണ്. ബി ഫെറിക് ക്ലോറൈഡ് ടെസ്റ്റ് ഫീനോൾ ഗ്രൂപ്പിനാണ് അല്ലേ? വയലറ്റ് കളേർഡ് കോംപ്ലക്സ് ഫോം ചെയ്യും. അപ്പോൾ ബിക്ക് 3 വരണം. A1B3 we get the answer. ഇതാണ് ആൻസർ, കിട്ടും. C4 കറക്റ്റ് ആണോ? ലിബറേറ്റ് കാർബൺ ഡയോക്സൈഡ്, കറക്റ്റ് അല്ലേ? കാർബോക്സിലിക് ആസിഡിന്റെ ടെസ്റ്റ് ആണ്, എഫർവെസൻസ് ഫോം ചെയ്യും. വിത്ത് കാർബോക്സിലിക് ആസിഡ് സോഡിയം ബൈകാർബണേറ്റ് ഫോംസ് എഫർവെസൻസ്, റൈറ്റ്. ആൻഡ് ദ ലാസ്റ്റ് വൺ സിറിക് അമോണിയം നൈട്രേറ്റ് ടെസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അനാലിസിസിൽ തന്നിട്ടുണ്ട്. ഓർഗാനിക് ടെസ്റ്റിന്റെ നോട്ട് തന്നതിലുണ്ട്. സെറിക് അമോണിയം നൈട്രേറ്റ് കുറേ ടെസ്റ്റുകൾ തന്നിട്ടുണ്ട്, അതിലുണ്ട് സെറിക് അമോണിയം നൈട്രേറ്റ് ടെസ്റ്റ്. അനാലിറ്റിക്കൽ കെമിസ്ട്രിയിൽ, പ്രാക്ടിക്കൽ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുമുണ്ട്. ഡി വിത്ത്, ദാറ്റ് ഈസ് ഫോർ കൺഫേമിംഗ് ദ ആൽക്കഹോൾ ഗ്രൂപ്പ്. സെറിക് അമോണിയം D2, കിട്ടും. യെസ്, സോ ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻസ് ഫ്രം കെമിസ്ട്രി പാർട്ട്. അടുത്ത വിഷയങ്ങൾ കണ്ടിന്യൂ ചെയ്യും, കേട്ടോ. ഓക്കെ. ശരിയാണ്. തുടങ്ങാം. Good evening, my dear children. Now this is the last session
And we start with our physics question. Very first question. Look in the board, you can see a convex lens focal length 30 in contact with the concave lens 20. An object is placed left side at a distance 20. Find the image distance. Now we have got two lenses in contact like this. It's a convex lens put in concave with the concave lens. And this one has got focal length. F is equal to plus 30. And this one has got focal length F2 minus 20. Now we have to get what is the effective focal length of these two. Effective focal length is given by 1 by f is equal to 1 by f is equal to 1 by f1 plus 1 by f2 is equal to, therefore f is equal to f1 f2 by f1 plus f2. Or we can say, here instead this, you can see the 1 by 2 is 1 by f1, 1 by 30 plus 1 by f2. 1 by f2 is equal to plus 1 by minus 20 is equal to 60. If you take 2, here is equal to minus 3 is equal to minus 1 by 60. And therefore f is equal to minus 60 centimeter. So effective focal length now you got is equal to minus 60 centimeter. Now it is said that an object is placed on the left side 20 centimeter. Now we have got a lens of focal length f minus 60. And lens formula, law of distances, 1 by v plus 1 by u is equal to 1 by f. Sorry. One by v minus 1 by u is equal to 1 by f. From this 1 by v equal to 1 by f plus 1 by u. Substituting here is equal to 1 by minus 60 plus 1 by u. U, it is that is placed the left hand side of that combined lens, and the is equal to minus 20 is equal to 60 minus 1 minus 3 is equal to minus 4 by 60 is equal to 1 by minus 1 by 15. Therefore, v is equal to minus 15 centimeter on the same side, and on the left hand side the distance 15 centimeter. So answer is there, 15 centimeter. We shall go to our next question. For a nucleus of mass number A and radius R, mass density rho, then choose the correct option. Nuclear density depends on mass number. Nuclear density is independent of mass number. For all nucleus, density is the same, they are around 2.5 into 10 raised to 17 kilogram per meter cube. The constant independent of mass number. So the rho is independent of a knowledge question. So okay, next question. Fractional error x, y, z are 0.1, 0.2 and 0.5 respectively. Find the maximum fractional error. Maximum fractional error, percentage error or fractional error is always added up. Always added up. And therefore now you can say that is equal to 2 into maximum, since it is as a minus or plus, we always add up 2 into 0.1 plus 3 into 0.2 plus 2 by 5
into Z 0.5. So I'm adding up 0.2 plus 0.6 plus 0.2 is equal to, something wrong with the, point 1, 0.2, 0.5, minus 2 into 2, 3 into 0.2, 0.6 plus 2.5 into 0.5. That is the maximum possible error. No, it is not the find the maximum fractional error, sorry. Not the percentage or maximum fractional error, so power times. So power is equal to minus 2 plus 3 into, then minus 2. It's okay. So it's equal to minus plus, it's equal to minus, and this one is equal to 4, this is 0.6, it's equal to 0.2. Fractional error is as not the percentage error, is it is the fractional error, and therefore the answer is equal to power times. 0.2 into 0.1, minus 2 into 0.1, plus 3 into 0.2, plus minus 2.5 into 0.5. This on calculation, you get the answer is equal to 0.2 or 0.2. So again, find the output voltage in the given circuit. The output voltage in the given circuit. Now see, here it is plus 5, and definitely therefore it is not conducting, reverse bias. Whereas this diode D2 is forward bias and therefore it will conduct. And since it conducts, there is no PD drop across this one. So entire PD drop that is applied is available across this resistor. And therefore the PD here, the potential here and here are the same. And therefore that is equal to, here the potential is equal to 0. So the potential, find out the voltage in the given circuit. What I asked is the potential here. The potential at this point is equal to 0. Here the potential is 0. That is what is asked. So the answer is equal to 0. Potential, find out the output voltage mean output is taken between these two points. Then the value is equal to 0, or potential at this point is equal to 0, because this is forward bias. I come to the next one. There are two charge spheres of radius r and 3r. And when the spheres are made to touch each other and then separate, the surface charge density R1 and R2 respectively, then R1, R2. R1, R2 instead of sigma 1 and sigma 2, it is at R1 and R2. Now when the two spheres are conductive spheres are made to contact each other and removed out. So this is R and this is 3R. Once they are put in contact and separated, the potential of both of them will be the same, Same for both. Potential is the same. Potential is equal to sigma
R by epsilon 0. That's the formula for potential. That is same. Therefore, we can write instead of sigma there give the symbol R, small r. And small r1 into radius or the first one. With this sigma 1 is equal to r1. The sigma 2 is equal to r2. Then r1 into r is equal to sigma 2 r2 into 3r. Because sigma r by epsilon 0 is a constant. Because potential is a constant. From this, what is asked? R1 by R2. So R1 by R2 is equal to 3 by 1. Equal to 3 by 1. It's equal to 3. Now given that lambda is equal to 2 pi, I think it is 2 to n coulomb per meter. This is something wrong with this data given. Again, we are going to say this is equal to 2 pi coulomb per meter. Linear charge density of that wire. Qi, which is passing through, given the lambda of 2 pi coulomb per meter of a wire which is passing through the body diagonal of a closed cube of side root 3. Suppose we have the cube like this of side that is body diagonal. The body diagonal I can draw like this. The body diagonal. The body diagonal is equal to root 3 times side. Evaluate the side of the cube. The body diagonal of the body is equal to root 3L, mean root 3 into root 3 is equal to 3 centimeter. Is equal to 3 into 10 raised to minus 2 meter. If lambda is the linear charge density, charge per unit length, that is so much coulomb per meter, then what is the total charge on this wire? The body diagonal wire, the total charge Q is equal to length of the wire 3 into 10 raised to minus 2 into charge per unit length 2 pi is equal to 6 pi into 10 raised to minus 2 coulomb. There is a charge inside this cube. Then what is the question? Find the flux through the cube. Flux by Gauss's theorem. The total flux phi is given by 1 by epsilon 0 times the charge enclosed is equal to 1 by epsilon 0 8.85 into 10 raised to minus 12 into charge enclosed 6 pi into 10 raised to minus 2. This answer is not there. The answer is not at all there. Roughly, almost 2 into 10 raised to 10. That is the answer. But that is not there. Reason why there is no correlation with this answer and this answer written on the board, because this data is not correct. We did the problem taking lambda is equal to 2 pi coulomb per meter. Then the answer will be this one. This is the answer. It's okay. It's okay. Thank you.
So there is a correction for this question. Fractional error and find the maximum fractional errors. Definitely it must be added. The one that we did is the correct plus. And therefore this answer is equal to 0.2, 0.6 plus 0.2 is equal to 1.0. The answer is not there. Answer is not there. So we have to correct the answer. Answer is equal to what? 1.0. That's the correct answer. So we have to correct this one because there is a percentage error, maximum error. It's always get added up. Therefore, the answer is equal to this much. So okay, to take that as a correction. It's okay. Thank you. ഒരു മിനിറ്റ് ട്ടാ. Yes, good evening. So we are in the last day. This time we have come with few questions only because tomorrow no examination, nothing. Anyway, just to have a look into the what type of questions came. That's why we are limiting the questions in 12 questions only. Okay? Come on. Already 6 questions are over. Questions are, I think, slightly, yesterday I told you, yesterday's paper was comparatively easier than previous days. But today's is slightly above level than that of, above than that of the previous days, especially comparing with yesterday's examination. Question number 7, you can see the number. The very direct question, points to be noted. Monatomic gas is monatomic gas. So monatomic gas we have to take care and stored in isothermally insulated container. Isothermal. Thermally stored in thermally insulated container. Gas is suddenly compressed to 1/8 of the initial volume, ratio of final pressure. So what conclusion you have to make? Even if we don't mention thermally insulated, sudden process can be considered to be can be considered to be what? Adiabatic process. Or in support of that, one more idea is given. What is the idea given over there? That it is thermally insulated. So it has adiabatic wall. So in all respects, the process will be an adiabatic process. Number one concept, process is adiabatic. Now, in adiabatic process, we have to relate pressure and volume. P1 V1 to the power of gamma is equal to P2 V2 to the power of gamma. I want the final pressure to initial pressure. P2 by P1. P2 by P1 will be coming to be V1 by V2 to the power of gamma. V1 by V2 to the power of gamma. Tell me,
it is compressed to 1/8 of the volume. Compressed to 1/8 of the volume means volume decreases. Final volume is less than initial volume, or initial volume is 8 times the final volume. So V1 by V2 will be 8 to the power of gamma. Now I'm going to make P2 by P1 is equal to P2 by P1 is equal to, listen, 8 I am going to write as 2 to the power of 3. Why? Gamma of monatomic gas, gamma is 5 by 3. So with the intention of gamma 5 by 3, I am writing 8 as 2 to the power of 3. So your calculation becomes very easy. It comes to be 2 to the power of 5. So 2 to the power of 5 means 32. Your option is here. Yes. So simple. And in adiabatic equation, the easiest equation is between pressure and volume. In adiabatic equation, easiest is between pressure and volume. Therefore, you have got a chance of dealing with the easiest problem. P1 V1 to the power of gamma is equal to P2 V2 to the power of gamma. They didn't mention adiabatic process, but they have given two indications. One, it is thermally insulated. Heat cannot be exchanged. That makes the process adiabatic. In addition to that, they are told suddenly, even no mentioning about the adiabatic wall, quick process can be considered as adiabatic. So we will get the answer. Now we go to the next question. Look, two balls are projected with same speed at different angles. Maximum height of first is 8 times the maximum height of the second ball. Find the ratio of their time of flight. Listen, in projectile motion, we study equations of time of flight, equations of range, equations of height. In addition to that, you must remember this relation also. R by H is equal to 4 cot theta, number 1. Number 2, H by time of flight square. G by 8 is a constant. Number 3, R by time of flight square is equal to half G cot theta. So, along with the equation of range, height and time of flight, you must remember, saving a lot of time. And we want this relation between height and time of flight. And it is the important aspect. G by 8 is a constant. Doesn't depend on what? G by 8. For any case, it is G by 8. Therefore, what I can write? H1 time of flight 1 square is equal to H2 by time of flight square. Because in both the cases, H by time of flight square is a constant. It is G by 8. Doesn't depend upon the angle of projection. So here it is mentioned that with same speed but different angles, but angles will not come over here. So we can write H1 by time of flight square is equal to H2 by time of flight square. We have to find the ratio of time of flight. Time of flight of first case square by time of flight of second case square is equal to H1 by H2. H1 by H2 is given, that is maximum height of first is 8 times the maximum height of H1 by H2 is 8. Therefore, time of flight square of first one, time of flight square of second one is equal to root of 8. That means 2 root 2. Yes, 2 root 2 is to 1 is the answer. So correct. So simple question. So very important, these three relations. I hope all of you are knowing it very well. But those who are not having this information, please note it down. It's a must. It's a must.
in many problems of projectile motion, that will be helping you. I repeat, R by H is 4 cot theta. H by time of flight square is G by 8 is a constant, doesn't depend upon the angle of projection, and R by time of flight square is equal to half G cot theta. Okay, we go to the next question. Water falls from a height of 200 meter. What is increase in temperature when it touches the bottom? Assume that all the heat goes into the same amount without any loss to the mass. Whatever potential energy lost by the mass, that potential energy loss has been completely absorbed as heat energy of the same amount of mass. So we can say potential energy lost by water is equal to heat energy gained by water. Okay, potential energy mgh. Clear? Heat energy gain m into specific heat into difference of temperature. M cancelled. Therefore, difference of temperature is GH into S into delta T. Sorry, S. Now, students, listen, very important thing you have to note down here it is. Look, here you are cancelling mass on either side. Here we are going to use a value of GS 10. Instead of taking 9.8, you can take it as 10. H is in meter. Automatically, your left hand side has come in SI unit, making mass in kilogram. So when you are cancelling this mass on either side, mass on the right hand side must be what? Mass on the right hand side must be in kilogram. For the mass on right hand side should be kilogram, specific heat should be in SI unit. We have to take specific heat of water in SI unit, that is essential. Normally for convenience in most of the thermodynamics problems, we are taking for convenience specific heat of water, we are taking 1 calorie per gram per degree centigrade or 4.2 joules per gram per degree centigrade. But if I take that value as 4.2 joules, mass must be coming in grams. If I take specific heat as 4.2 joules per gram, my right hand side mass is in grams, but I am taking left hand side mass in what? Kilogram. That is not admissible. So if left hand side it is in kilogram, right hand side mass must be in kilogram. It is compulsory. For that, the mass of the specific heat must be taken in joules per kilogram per degree Celsius or degree Kelvin, one and the same thing. So G I'm taking as 10, H I'm taking as 2000, specific heat I must take 4200. So this 2 zeros get cancelled. I'll be getting 4000. It will be 200 divided by 42. 10 into G is on only, not 2000, it's 200 only. Is it correct? 200, sorry. It is 200 only. 200 only. So these 2 zeros are gone. I'm left with what? I'm left with 20 divided by 42. That comes to be 10 by 21. Yes, answer is very much here 10. And even if I write degree Celsius or even if I write Kelvin, doesn't make any difference because I'm calculating change in temperature. Not to be worried about it should be in Kelvin. 10 by 21 degrees Celsius change is same as that of 10 by 21 Kelvin. Okay, so we go to the next question. Uniform disk of radius r is rotating about an axis passing through the diameter
and with an angular speed 800 revolutions per minute. So initial angular speed, initial omega 1, 800 RPM. 800 RPM means 800 divided by 60. That is 40 by 3 revolution per. And this is frequencies. Actually, it is not. RPM is frequency. So into 2 pi I want. Into 2 pi. So even though it is mentioned angular speed, unit is told to be 800 RPM. You have to take it as not angular speed. You have to take it as frequency. So it is coming to be 800 divided by 60 into 2 pi. That is coming to be 0 get cancelled. 40 by 3 into 2 pi. That comes to be 80 pi by 3 radians per second. What about final angular speed? 2100. So this is coming to be 2100 divided by 60 into 2 pi. So 1 0 get cancelled. Then this 3, this is 7. I get 70 pi, because this will be coming to be 0 has gone, 2 has gone, 3, 21. 21 by 3, 7, 70 pi. You got it? Now, the final angular speed in how much time? 40 seconds. Therefore, angular acceleration is given by omega 2 minus omega 1 by time. Omega 2 is 70 pi minus, initially is correct, 80 by 3 pi divided by 40. So that comes to be 210 minus 80. 210 minus 80 means 130. 130 pi divided by 120. Yes, 70 into 3, 210, 210 pi minus 80 pi, 130 pi divided. This is alpha. Okay. So this is first part of our calculation. Now, what do you have to calculate? Radius of the, yes. We know torque acting is equal to I alpha. Torque is given to you. What is the torque given to you? 25 pi is equal to I. Uniform disk of radius r rotating about an axis through a diameter. It makes its moment of inertia is m, mass is 1 kilogram. 1 into r squared by 4. Okay. Into alpha. Alpha we got it as 130 pi divided by 120. Pi get cancelled. That gives r squared is equal to 25 into 4 into 120 divided by 130. That is coming to be 100 into 120 by 130. Answer is, r squared is an answer slightly less than 100. Slightly less than 100. So we have to make out from here. Yes, I think there is a 13 coming here. 1 0 get cancelled from here. Yes, this is coming to be 100. Oh, correct. We get it. 100 into 2 divided by 30. 1 0 has gone. Isn't it? 100 into 12, not 2. 100 into 12 divided by 30. So we will be getting the value of it. Isn't it? 120 pi r squared is equal to 25 into alpha is 120 by 130. 120, you are getting how many? 75, 120. Yes. No. Alpha is 130 by, just let me write. 130 pi. Yes, 130 pi.
Therefore, r squared will be coming to be, r squared is coming to be. Let us work out whether the answer is coming or not. Let us check it. Answer may not come because memory questions collections. This is coming to be 25 into 4 into 120 divided by 130. That 0 get cancelled. This is coming to be root of 100 is 10. Root of 12 is 2 root 3 divided by root 13. That comes to be 20 into 2. This is 12 is 20 into root. Yes, very much here. Okay, our calculation has not missed. 20 into 3 by root 13. 20 into root by 13. So, some calculation is that I told in the beginning that this time questions, I don't say difficult one, but we have to chase the problem. So, calculation part they have given, but we have reached the calculation by systematic way. We can come and get answer is this. Okay, very good. Next one, bulk modulus. Here they didn't give final pressure. So I take it as 2 atmosphere. I don't know whether I will be getting the correct answer. 2 atmosphere. Now, bulk modulus is not pressure but change of pressure by volume strain. Therefore, volume strain comes to be change of pressure by bulk modulus. Change of pressure is 1 atmosphere to 2 atmosphere means 1 atmosphere. 1 atmosphere means 1 into 10 to the power of 5. You can take Pascal. Bulk modulus coming to be 2 into 10 to the power of 9. That comes to be 1 by 2 into 10 to the power of minus 4. Now, we want initial volume. Initial volume is equal to change of volume divided by 1 by 2 into 10 to the power of minus 4. And change of volume is given to be 0.8. 0.8, 2 will go to the numerator. 10 to the power of minus 4 will become 10 to the power of 4. This is coming to be 1.6 into 10 to the power of 4 centimeter cube. Is it 1.6 that option, or 10 to the power of 4 option is not there, or option is not. So that it may not be 2 atmosphere. That may be the reason it may not be 2 atmosphere. So I gave some value. I didn't have any information about that. Then I worked out it. Remember, volume strain is change of pressure by bulk modulus. According to the way I have opted, change of volume is 2 minus 1, 1 into 10 to the power of 5. Bulk modulus is 2 into 10 to the power of 9 Pascal is equal to what? 1 by 2 into 10 to the power of minus 4. This is equal to delta V by V. Therefore, V is equal to delta V divided by this ratio. So 2 will go up, 10 to the power of minus 4 will become 10 to the power of 4. But answer is not there because the option we didn't select correct value. It is missing over there. I assume some value, that's only. Now we come to the last question. It's a wave equation. First, displacement of the wave number 1, 4 sine omega t minus kx. Displacement vector. Number 2, displacement vector of wave number 2 is 2 sine omega t minus kx plus 2 pi by 3. That plus is missing out. Okay. Now, phase difference, phase of first wave is what? Omega t minus kx. Second wave's phase is omega t minus kx plus 2 pi by 3. Therefore, phase difference is 120 degree because 120 means 2 pi by 3. 120 means 2 pi by 3. Now tell me, resultant amplitude we know root of a1 square plus a2 square plus
2a1 a2 cos of delta phi. A1 square is how much? 16 plus a2 square is 4 plus 2 into 4 into 2 into cos 120 means minus half. So 1, 2 get cancelled. This is coming to be 16 plus 4, 20 minus 8. That comes to be 12. 12. Therefore, amplitude is equal, sorry, root of 12. So I'll write it properly. So when you solve it out, it is coming to be root of 20 minus 8, root of 12, that is 2 root 3. 2 root 3. So this is the resultant amplitude. Is it there? Yes, 2 root 3 is very much there. Then we have to get the angle. Again, same vector operation we are treating is a displacement vector. We have studied that tan alpha is A sin theta divided by B plus cos theta. Theta is the angle between the vectors, phase angle between the vectors. Phase angle between the vectors is 120 degree. 120 degree. So let us work out the tan alpha. Here A we take it as what? A we take it as here angle is made with B. B we take it as what? 4. A will be 2. So 2 into sin 120 will be sin 60. Sin 60 is root 3 by 2 divided by, if A is 2, B will be 4 plus B into A cos theta. Sorry. B plus A cos theta. A sin theta divided by B plus A cos theta. B plus A cos theta. B is 4. A will be 2. Cos 120 is minus half. Cos 120 is minus half and sin 120 is root 3 by 2. This is coming to be root 3 divided by 4 minus 1, root 3 by 3, that is 1 by root 3, whose angle tan is 1 by root 3. Here alpha is coming to be 5 by 6. Yes. So we have the correct answer. We got amplitude is 2 root 3 and the resultant phase of the wave, we got it. So here you remember, even though it is a wave equation, we treat the displacement equation, displacement vector. So we strictly used vector operations. We find the resultant amplitude of two vectors. We find the resultant phase of the resultant wave using the vector operations. Okay. So it's coming to be how much? Resultant amplitude coming to be 2 root 3 and tan alpha. This is the angle made by the wave with what? The vector B or second wave. So this is coming to be pi by 6. So we have 2 root 3 pi by 6. Okay, students, that's all about. Now, I hope most of you will be appearing for the advanced examination. My prayers, wishes, all the best for your advanced examination. God bless you. ഓക്കെ, നമുക്ക് മാത്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ചെയ്യാം. ഓക്കെ, f is a positive function, I1 equals minus 1 by 2 to 1, 2x f of 2x into 1 minus 2x dx. And I2 is minus 1 to 1,
എഫ് ഓഫ് എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് ഡി എക്സ്. അപ്പോൾ ഇതിൻ്റെ അതേ സ്റ്റൈലിൽ ഇത് എഴുതാം. അതാണ് ഇതിൻ്റെ ഐഡിയ തോന്നും. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ആക്ച്വലി കിങ്സ് റൂളാണ്. എന്താ കിങ്സ് റൂൾ അറിയാലോ അല്ലേ? അപ്പോൾ ഇത് മാറ്റാം, I1 എന്ന് മാറ്റാം. I1ൻ്റെ വാല്യൂ എന്താണ്? ഇൻ്റഗ്രൽ -1/2 to 1 2x f of 2x into 1 minus 2x dx ആണ് അല്ലേ? 1 minus 2x dx ആണ്. ബ്രാക്കറ്റ് ഒന്നുകൂടി ഇടുക, പാരന്തസിസ് കറക്റ്റ് അല്ല. അപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ 2xന് t കൊടുക്കാം. 2xന് ഇവിടെ t കൊടുത്താൽ 2 dx dt ആവും. അപ്പൊ ഇതെന്താവും? ഇറ്റ് ഇസ് I1 is equal to dt, dxന് പകരം dt by 2 വയ്ക്കാം, dt by 2 ഇന്റഗ്രൽ ഓഫ് എക്സ് -1/2 ആകുമ്പം ടിയുടെ വാല്യൂ -1 ആണ്. എക്സ് 1 ആകുമ്പം ടിയുടെ വാല്യൂ 2 ആണ്. 2xന് ടി കൊടുക്കാം, എഫ് ഓഫ് 2xന് ടി കൊടുക്കാം ഇൻറ്റു 1 മൈനസ് ടി ഡി ടി, റൈറ്റ്? അപ്പം ഇതാണ് ആ ക്വസ്റ്റ്യൻ, ഡി ടി. അപ്പം ഇത് ആക്ച്വലി നോക്കൂ, ഇതുപോലെ ഇല്ലേ, എഫ് ഓഫ് എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് ഡി എക്സ് പോലെ ഇല്ലേ? അപ്പോൾ അത് നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇവിടെ കിങ്സ് റൂൾ ഉപയോഗിക്കാം. എന്താ കിങ്സ് റൂള്? ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്താ കിങ്സ് റൂള്? ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് ഡി എക്സ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ദിസ് ഇസ് കിങ്സ് റൂൾ. അത് ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതെന്താ വരിക? I1 is equal to 1/2 into യു ആർ അപ്ലൈയിങ് കിങ്സ് റൂൾ ചെയ്യാം. അപ്പോൾ എക്സിന് പകരം ടിക്ക് പകരം എ പ്ലസ് ബി മൈനസ് എക്സ് വയ്ക്കാം. അപ്പോൾ ഇന്റഗ്രൽ ഓഫ് -1 to 2 എ പ്ലസ് ബി, -1 + 2 എന്താ? 1 ആണ്. അപ്പോൾ റീപ്ലേസ് ടി വിത്ത് 1 മൈനസ് ടി. അപ്പോൾ 1 മൈനസ് ടി ഇൻറ്റു എഫ് ഓഫ് ടിക്ക് പകരം 1 മൈനസ് ടി, 1 മൈനസ് 1 മൈനസ് ടി, അപ്പോൾ വീണ്ടും ടി വരും. ഇറ്റ് ഇസ് 1 മൈനസ് ടി ഇൻറ്റു ടി ഡി ടി. റെഡി അല്ലേ? അപ്പം ഇതൊന്ന് നമുക്ക് വേറെ എഴുതാം. ഇതിപ്പോൾ ഇൻ്റഗ്രൽ ഇത് നിങ്ങൾക്കറിയാലോ, ഇൻ്റഗ്രേഷനിൽ ഇൻ്റഗ്രൽ ഓഫ് ഇങ്ങനെ കൺസെപ്റ്റ് ഉണ്ടല്ലോ, ഇൻ്റഗ്രൽ ഓഫ് എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സും ഇൻ്റഗ്രൽ ഓഫ് എ ടു ബി എഫ് ഓഫ് വൈ ഡി വൈയും സെയിം ആണ്. ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഫങ്ഷൻ ആൻഡ് ദ ലിമിറ്റ്സ്. ഇറ്റ് വിൽ നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ വേരിയബിൾ. അപ്പൊ ഇത് എക്സ് ആയിട്ടും വിചാരിക്കാം, ഇത് നമുക്ക് എക്സ് ആയിട്ടും വിചാരിക്കാം. അപ്പൊ ദിസ് ഇസ് I1 ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഇറ്റ് ഇസ് ഹാഫ് ഇൻറ്റു -1 to 2 1 മൈനസ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് ഡി എക്സ് വെച്ചാലും കുഴപ്പമില്ല, ബിക്കോസ് ഓഫ് ദിസ് പ്രോപ്പർട്ടി. വേരിയബിള് ടിക്ക് പകരം എക്സ് ആക്കിയാലും ഈ ടിക്ക് പകരം 2x വെക്കരുത്, ഈ ടിക്ക് പകരം വൈ ആയിട്ടും ടിക്ക് പകരം സെഡ് ആയാലും, അതുകൊണ്ട് ടിക്ക് പകരം എക്സ് ആയാലും കുഴപ്പമില്ല. അപ്പൊ ഇത് എക്സ്പാൻഡ് ചെയ്താൽ I1 ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഹാഫ് ഇൻറ്റു ഇത് ഇങ്ങനെ എഴുതിക്കൂടെ, സ്പ്ലിറ്റ് ചെയ്തിട്ട് -1 to 2 1 into that, ഇറ്റ് ഇസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് ഡി എക്സ് പ്ലസ് മൈനസ് integral -1 to 2 x into f of x into 1 minus x dx. കഴിഞ്ഞു, ദാറ്റ്സ് ഓൾ. അപ്പോൾ അതോടുകൂടി ഐഡിയ കഴിഞ്ഞു. അപ്പോൾ ഈ 2I1 is equal to ഈ 2 2I1 ആവും. ഇതിന്റെ വാല്യൂ എന്താ? I2 ആണ്. കണ്ടോ, -1 to 2 f of x into I2 ആണ്. അപ്പോൾ ദിസ് ഇസ് I2 മൈനസ് ഇതിന്റെ വാല്യൂ എന്താ? അവിടെ ഡി ടി ബൈ 2 ഉണ്ടല്ലോ അല്ലേ, 1/2. അപ്പൊ 2I1 ഈക്വൽസ് I1 മൈനസ് എക്സ് ഇൻറ്റു ദാറ്റ്. വാട്ട് ഈസ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്? എക്സ് ഇൻറ്റു ദിസ് എന്താ? 2I1 ആണ്. അഗെയിൻ 2I1 ആണ് അല്ലേ? ഇത് അഗെയിൻ 2I1 ആണ്. എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് അഗെയിൻ 2I1 ആണ്. അപ്പൊ ദിസ് ഇസ് അഗെയിൻ 2I1. അപ്പൊ വാട്ട് യു ഗെറ്റ്? 4I1ന്റെ വാല്യൂ ആണ് I2. ചോദ്യം എന്താ? വാട്ട് ഈസ് I2 ബൈ I1? I2 ബൈ I1ന്റെ വാല്യൂ എന്താ?
നല്ലൊരു ചോദ്യമാണ്. 4 is the answer. It's a moderate question, not easy. പക്ഷേ ഇതേ ചോദ്യം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ ചോദ്യം പലപ്പോഴും പഴയ JEE അഡ്വാൻസ്, JEE മെയിൻസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണാറുണ്ട്. ഓക്കെ, -1 to 3/2 മോഡുലസ് ഓഫ് പൈ എക്സ് സൈൻ പൈ എക്സ് ഡി എക്സ്. നോക്കൂ, സൈൻ പൈ എക്സിന്റെ പീരീഡ് എന്താണ്? പീരീഡ് 2π/π ആണ്. 2π/π പറഞ്ഞാൽ 2 ആണ്. അപ്പൊ സൈൻ പൈ എക്സിന്റെ ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവും. 2ലാണ്. 2ലാകുമ്പം 0 to 1, 1 to 2. അപ്പൊ ഇത് 2πക്ക് പകരം ഇത് 2 ആയിരിക്കും, ഇത് 1 ആയിരിക്കും, ഇത് -1 ആയിരിക്കും. അപ്പം -1ന്റെയും 0ന്റെയും ഇടയിൽ താഴെയാണ്, 0ന്റെയും 1ന്റെ ഇടയിൽ മുകളിലാണ്, എക്സെട്ര. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം. യു ക്യാൻ എക്സ്പാൻഡ് ദിസ് ഇൻ ദിസ് മാനർ. -1 to 1 മോഡുലസ് പൈ സ്ക്വയർ എക്സ് സൈൻ പൈ എക്സ് ഡി എക്സ് സ്പ്ലിറ്റ് ചെയ്യാം. പ്ലസ് ഇന്റഗ്രൽ ഓഫ് 1 to 3/2 മോഡുലസ് ഓഫ് പൈ സ്ക്വയർ എക്സ് സൈൻ പൈ എക്സ് ഡി എക്സ്. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുമ്പം ഇതൊരു എക്സ് സൈൻ പൈ എക്സ് മോഡുലസ് ആയതുകൊണ്ടും അല്ലാതെങ്കിൽ തന്നെ ഈവൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ -1 to 1 ആയതുകൊണ്ട് നമുക്ക് ട്വൈസ് ഓഫ് ഇന്റഗ്രൽ 0 1 എഴുതാം. അറിയാലോ, -a to a ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ ട്വൈസ് 0 to a പറയാം. ഇറ്റ് ഇസ് ട്വൈസ് മോഡുലസ് പൈ സ്ക്വയർ എക്സ് സൈൻ പൈ എക്സ് ഡി എക്സ് പ്ലസ്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്ലസ് ദാറ്റ്. അപ്പോൾ ഇവിടെ നോക്കൂ, 0 to 1 ആണെങ്കിൽ 0ന്റെയും 1ന്റെ ഇടയിലാണെങ്കിൽ സൈൻ പൈ എക്സ് മുകളിലാണ്. സൈൻ പൈ എക്സ് പോസിറ്റീവ് ആണ്. അപ്പോൾ സൈൻ പൈ എക്സ് പോസിറ്റീവ് ആണ്, എക്സ് പോസിറ്റീവ് ആണ്, പൈ സ്ക്വയർ പോസിറ്റീവ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ മോഡുലസ് വേണ്ട. യു ആർ റിമൂവിങ് ദ മോഡുലസ്. ശ്രദ്ധിക്കണേ, ഇവിടുത്തെ മോഡുലസ് മാറ്റാൻ കാരണം 0 to 1 ആണെങ്കിൽ സൈൻ പൈ എക്സ് പോസിറ്റീവ് ആണ്. അടുത്തത് 1 to 3/2. ഇതാണ് 1 to 3/2. ഈ 1 to 3/2 താഴെ നെഗറ്റീവ് ആണ്. സൈൻ പൈ എക്സ് നെഗറ്റീവ്, അതാണ് 3/2. 1ന്റെയും 3/2ന്റെ ഇടയിൽ സൈൻ എക്സ് നെഗറ്റീവ് ആണ്. അപ്പോൾ ഇത് നെഗറ്റീവ് ആവും. അപ്പോൾ ദിസ് ബിക്കംസ് മൈനസ് ഓഫ് 1 to 3/2. ഇത് നെഗറ്റീവ് ആണ്, സ്വതവേ നെഗറ്റീവ് ആണ്. എക്സ് പോസിറ്റീവ് ആണ്, പൈ സ്ക്വയർ പോസിറ്റീവ് ആണ്, പക്ഷെ ഇത് സ്വതവേ നെഗറ്റീവ്. സൈൻ പൈ എക്സ് നെഗറ്റീവ് ആണ്, അപ്പോൾ അത് നെഗറ്റീവ് ആവും അല്ലേ? എക്സ് പോസിറ്റീവ് ആണ്, സൈൻ പൈ എക്സ് നെഗറ്റീവ് ആവും. അപ്പോൾ മൈനസ് പുറത്ത് വരും. മോഡുലസ് ഓഫ് എ നെഗറ്റീവ് എന്താ? മൈനസ് ഓഫ് എക്സ്. മോഡുലസ് ഓഫ് മൈനസ് എക്സ് എസ്, മോഡുലസ് ഓഫ് എക്സ് എസ് മൈനസ് എക്സ് ഓഫ് എക്സ് എസ് നെഗറ്റീവ്. അപ്പോൾ ഈ സാധനം നെഗറ്റീവ് ആയിട്ട് മൈനസ് ആവും. ഇറ്റ് ഇസ് മൈനസ് പൈ സ്ക്വയർ എക്സ് സൈൻ പൈ എക്സ് ഡി എക്സ്. ഇനി നിങ്ങൾ ഇന്റഗ്രൽ ഓഫ് എക്സ് സൈൻ പൈ എക്സ് ഒന്ന് ചെയ്തു നോക്കാം. Indefinite integral, integration by parts, product rule. In the product rule, first function into integral of second. Integral of second in the sin pi x integral cos pi x by pi minus integral of derivative of the first into integral of second dx. അപ്പോൾ ഒന്നുകൂടി ഇന്റഗ്രേറ്റ് ചെയ്താൽ -1/π എക്സ് കോസ് പൈ എക്സ്. ഈ മൈനസ് വരുമ്പോൾ പ്ലസ് വരും. കോസ് പൈ എക്സിന്റെ ഇന്റഗ്രൽ സൈൻ പൈ എക്സ് ബൈ പൈ. അപ്പോൾ ഇറ്റ് ഇസ് 1/π സ്ക്വയർ സൈൻ പൈ എക്സ് പ്ലസ് സി ഉണ്ടാവും. ഇവിടെ ഡെഫിനറ്റ് ആയതുകൊണ്ട് പ്ലസ് സി വിടാം നമുക്ക്. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ട്വൈസ് ഓഫ് പൈ സ്ക്വയർ ഇൻറ്റു ആ സാധനം അങ്ങോട്ട് വെക്കാം. ആ സാധനം വെച്ചാൽ എന്ത് വരാം? -1/π എക്സ് കോസ് പൈ എക്സ് പ്ലസ് 1/π സ്ക്വയർ സൈൻ പൈ എക്സ്. ലോവർ ലിമിറ്റ് 0 ആണ്, അപ്പർ ലിമിറ്റ് 1 ആണ്. മൈനസ് അഗെയിൻ പൈ സ്ക്വയർ ഔട്ട് സൈഡ് എക്സ് സൈൻ പൈ എക്സ് അതേപോലെ എഴുതാം. -1/π കോസ് അല്ല എക്സ് ഉണ്ട് അല്ലേ, -1/π എക്സ് കോസ് പൈ എക്സ് പ്ലസ്
1 by pi square sin pi x. Upper limit 3 by 2 ആണ്, lower limit 1. ഇത് എക്സ്പാൻഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ കഴിഞ്ഞു പണി. What is the answer? It is 2 pi square. 1 കൊടുക്കുമ്പം ഇവിടെ 1 ആവും, cos pi minus 1 ആണ്, അപ്പം 1 by pi ആവും. 1 കൊടുക്കുമ്പോൾ sin pi 0 ആയി പോയി. 0 കൊടുക്കുമ്പോൾ ഇത് 0 ആവും, ഇതും 0 ആവും, കഴിഞ്ഞു, അത് കഴിഞ്ഞു. മൈനസ് പൈ സ്ക്വയർ ഇൻടു ഇവിടെ 3 pi by 2 കൊടുക്കുമ്പോൾ cos 3 pi by 2 0 ആണ്, cos of a odd multiple pi by 2 0 ആണ്. ഇവിടെ pi by 2 കൊടുക്കുമ്പോൾ ആൾ ഉണ്ടാവും, sin 3 pi by 2 മൈനസ് 1 ആണ് അല്ലേ. അപ്പം മൈനസ് 1 by pi സ്ക്വയർ വരും, ശരിയല്ലേ. മൈനസ് 1 കൊടുക്കുമ്പം ഇത് 0 ആവും, ഇവിടെ എന്താ വരിക, cos pi മൈനസ് 1 ആണ്, അപ്പോൾ ദിസ് ഇസ് മൈനസ് 1 ആകുമ്പോൾ 1 by pi വരും അല്ലേ, ശരിയല്ലേ. ഇത് പ്ലസ് 1 by pi വരാം, മൈനസ് 1 by pi ഇൻറ്റു മൈനസ് 1 വരും, ബട്ട് ഇസ് 1 by pi മൈനസ് ദാറ്റ്. ഇത് സിംപ്ലിഫൈ ചെയ്ത ആൻസർ ആയി. അപ്പോൾ 2 pi സ്ക്വയർ ബൈ പൈ 2 pi വരും, പിന്നെ മൈനസ് പൈ സ്ക്വയർ പ്ലസ് 1 വരും, പിന്നെ മൈനസ് പൈ സ്ക്വയർ മൈനസ് ദിസ്, അപ്പോൾ പ്ലസ് പൈ. അപ്പോൾ ആൻസർ വിൽ ബി 3 pi plus 1. This is answer. 3 pi plus 1 is the answer. Okay, right. അടുത്ത ചോദ്യം നോക്കാം. വാല്യൂ ഓഫ് cot inverse root of 1 plus tan square 2 plus 1 by tan 2. ഇതിൽ root of tan square 2, you know 1 plus tan square theta എന്താ? 1 plus tan square theta is secant square theta അല്ലേ. അപ്പോൾ root of 1 plus tan square theta is root 6 square theta. Root 6 square theta is mod sec theta. This is very important. Mod sec theta. അവിടെ ചിലപ്പോൾ ട്രാപ്പ് ഉണ്ടാവും. അപ്പം 1 plus tan square 2 പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ 1 plus tan square 2 എന്ന് പറഞ്ഞാൽ root of 1 plus tan square 2 പറഞ്ഞാൽ mod sec 2 ആണ്. mod sec 2 ആണ്. sec 2 എന്ന് പറഞ്ഞാൽ 1 by cos 2 ആണ്. കോസിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ്. ദിസ് ഇസ് ദ ഗ്രാഫ് ഓഫ് കോസ്. അപ്പം ഇത് പൈ ആണ്. അപ്പം 2 പറയുന്നത് ഇവിടെ ഉണ്ടാവുക. അപ്പം cos 2 നെഗറ്റീവ് ആണ്. അപ്പോൾ sec 2 നെഗറ്റീവ് ആണ്. അപ്പോൾ ഇത് മൈനസ് sec 2 ആണ്. ഇതാണ് അതിലെ ട്രാപ്പ് കേട്ടോ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ചോദ്യത്തിലെ ട്രാപ്പ് മോഡ് sec 2 വരും. അപ്പോൾ അത് മൈനസ് sec 2 ആണ്. മോഡുലസ് ഓഫ് sec 2 is മൈനസ് sec 2. അതാണ് ഇതിലെ പ്രശ്നം. അപ്പോൾ ഇതിന്റെ വാല്യൂ എന്താ വരിക? cot ഇൻവേഴ്സ് ഇതെന്താവും? മൈനസ് sec 2 പ്ലസ് 1 ബൈ tan മൈനസ് cot ഇൻവേഴ്സ് minus sec 2 minus 1 by tan 2. ഇത് sec 2 1 minus sec 2 ആക്കാം. This is equal to minus of sec 2 1 minus sec 2 ആക്കാം. അപ്പോൾ what is cot inverse of minus x? Cot inverse of minus x is pi minus cot inverse x. So this is pi minus cot inverse 1 minus sec 2. 1 minus sec 2 ഭംഗിയിലാക്കാം, അതിന് വേണ്ടിയിട്ടാണ്. ബൈ tan 2 മൈനസ് ഇതെന്താണ്? ഇതും മൈനസ് പുറത്തേക്ക് എടുക്കാം. മൈനസ് പുറത്തേക്ക് എടുക്കുമ്പോൾ അഗെയിൻ പൈ മൈനസ് cot ഇൻവേഴ്സ് 1 പ്ലസ് sec 2 ഡിവൈഡഡ് ബൈ tan 2. ഈ പൈയും ക്യാൻസൽ ആവും. ദിസ് പൈ and this pi will get cancelled. But simplify ചെയ്യുമ്പോൾ എന്താ വരിക? cot inverse 1 plus sec 2 by tan 2. What is 1 plus sec 2 by tan 2? 1 plus sec 2 by tan 2. 1 plus sec 2 പറഞ്ഞാൽ 1 plus sec 2 പറഞ്ഞാൽ 1 by cos 2 ആണ്. But it is cos 2 plus 1. It is 1 plus cos 2 divided by sin 2 ആണ്. cos 2 വെട്ടിപ്പോകും. 1 plus cos 2 പറഞ്ഞാൽ 2 cos square 1 ആണ്. This is 2 cos square 1.
ഡിവൈഡഡ് ബൈ 2 sin 1 cos 1 ആണ്. ഇത് cot 1 ആണ്. cot 1 ഡിഗ്രി അല്ല, cot 1. അപ്പോൾ ഇത് cot 1 ആണ്. അതേപോലെ ഇതെന്തായിരിക്കും? 1 മൈനസ് sec 2 ആണെങ്കിൽ 1 മൈനസ് cos 2 അല്ല 1 മൈനസ് sec 2 ആണെങ്കിൽ അത് വ്യത്യാസം ഉണ്ടല്ലോ. 1 മൈനസ് sec 2 ആകുമ്പോൾ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ വാട്ട് ഈസ് 1 മൈനസ് sec 2? 1 മൈനസ് sec 2 1 മൈനസ് sec 2 1 മൈനസ് sec 2 അല്ല, ഇത് മൈനസ് പുറത്തെടുത്താൽ sec 2 മൈനസ് 1 തന്നെ വരാം. സോറി ഇത് sec 2 മൈനസ് 1 വരാം അല്ലേ? മൈനസ് പുറത്തെടുത്താൽ sec 2 മൈനസ് 1 അല്ലേ വരാം? അപ്പോൾ ദിസ് ഇസ് sec 2 മൈനസ് 1. അപ്പോൾ sec 2 മൈനസ് 1 is sec 2 minus 1. What is sec 2 minus 1? Sec 2 minus 1 is sec 2 minus 1 by tan 2. Sec 2 minus 1 by tan 2 will be 1 minus cos 2 by 1 minus cos 2 by tan 2. ഇത് 2 sin square 1 by 2 sin 1 cos 1 ആണ്. അത് tan 1 വരും. ഓക്കെ, റെഡി. അപ്പം ഇതെന്താവും? ഇത് cot inverse tan 1 വരും. മൈനസ് പ്ലസ്. അപ്പോൾ ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ പ്ലസ്. cot inverse 1 plus sec 2 എന്താ? cot 1. cot 1, റൈറ്റ്? അപ്പോൾ tan 1 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഇറ്റ് ഈസ് മൈനസ് ഓഫ് cot inverse pi by 2 minus cot 1. pi by 2 minus tan 1 cot 1 അല്ലേ? cot inverse അല്ല, tan 1 നമുക്ക് ഇങ്ങനെ എഴുതാം, cot of pi by 2 minus 1. cot of pi by 2 minus 1. pi by 2 minus 1 എന്തായാലും പോസിറ്റീവ് ആണ്. cot inverse cot x is x if x lie between 0 and pi. pi by 2 ന്റെയും 1 ന്റെ ഇടയിൽ pi by 2 minus 1 is a number lying between 0 and pi. അപ്പോൾ ഓക്കെ ആണ്, പ്രിൻസിപ്പൽ ബ്രാഞ്ച് കിടക്കുന്നുണ്ട്. പ്ലസ് cot inverse cot 1 1 തന്നെയാണ്. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് pi by 2 minus 1 plus 1. അപ്പോൾ ആൻസർ വിൽ ബി 2 minus pi by 2. ഇതാണ് അതിൽ ട്രാപ്പ് കേട്ടോ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ മൈനസ് sec 2 ആണെന്നുള്ളതിൻ്റെ ട്രാപ്പ്. അപ്പോൾ ആൻസർ വിൽ ബി 2 minus pi by 2. ദിസ് ഇസ് ആൻസർ. 2 minus pi by 2 ആണ് ആൻസർ. ഓക്കെ, റൈറ്റ്. ഇനി മാട്രിക്സിൽ ഒരു ചോദ്യമുണ്ട്. എ പറയുന്നത് ഇങ്ങനെ ഒരു മാട്രിക്സ് ആണ്. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ഡിറ്റർമിനന്റ് ഓഫ് ദാറ്റ്? അപ്പോൾ ഇതാദ്യം തീരുമാനമാക്കാം. ഇതിന്റെ വാല്യൂ എന്താ? adjoint of 3a ആണ്. അപ്പോൾ മോഡുലസ് ഓഫ് 3a. What is determinant of adjoint a? Det a raised to n minus 1. What is determinant of adjoint a? Determinant a raised to n minus 1 square. But 3a raised to n minus 1 square. എന്താ 3 ആണ്. അപ്പോൾ 3 minus 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 square is 4. അപ്പോൾ 3a raised to 4 ആണ്. 3a raised to 4 എന്തായിരിക്കും? 3a raised to, അപ്പോൾ 3 പുറത്തെടുത്താൽ 3 cube into mod a raised to 4. അപ്പോൾ this will be 3 raised to 12 into mod a raised to 12. അല്ല, mod a raised to 4. റൈറ്റ്, ശരിയല്ലേ? 3 raised to 12 into mod a raised to 4. അപ്പോൾ ഈ mod a യുടെ വാല്യൂ കാണണം. വാട്ട് ഈസ് mod a? ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ കാണും. ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ ഇൻഡിപെൻഡന്റ് ഓഫ് പി ക്യൂ ആൻഡ് ആർ ആണെന്ന് പറയുന്നത്. നോക്കാം. ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ ഇത് സ്പ്ലിറ്റ് ചെയ്യാമെന്നാണ്. ആക്ച്വലി സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക നോക്കാം. ഇത് 2 4 6 ആണ്. 2 4 6. പിന്നെ 2 plus p 6 plus 2p 12 plus 3p ഇങ്ങനെ വരില്ലേ? 12 plus 3p. അടുത്തത് 2 plus p, ഇത് സ്പ്ലിറ്റ് ചെയ്യണേ. 2 8 20 ഇതാണ് ഫസ്റ്റ് ഡിറ്റർമിനന്റ്. സ്പ്ലിറ്റ് ചെയ്യാണ്. പ്ലസ് അടുത്തത് എന്തായിരിക്കും? 2 4 6 ഇത് അങ്ങനെ തന്നെ എഴുതാം. 2 plus p 6 plus 2p 12 plus 3p ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാവുന്ന പ്രോപ്പർട്ടി ഓഫ് ഡിറ്റർമിനന്റിലാണ്. ഇനി എന്താ എഴുതേണ്ടത്? p 3p 6p ഡിറ്റർമിനന്റ്. പിന്നെ പ്ലസ് ഡിറ്റർമിനന്റ്
2, 4, 6, 2 plus p ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല, പക്ഷെ നിങ്ങൾക്ക് അത് പ്രോപ്പർട്ടി ഓഫ് ഡിറ്റർമിനന്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ പറയാണ്. 12 plus 3p എന്താ വേണ്ടത്? q, 2q, 3q. q, 2q, 3q. ഇനി ശ്രദ്ധിക്കേണ്ടത് നോക്കൂ, ഇത് മാത്രമേ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളൂ. ഇതകത്ത് തന്നെ വെച്ചു. ഇത് ആദ്യത്തെ റോ ഇങ്ങനെ എഴുതി, രണ്ടാമത്തെ റോ ഇങ്ങനെ എഴുതി, മൂന്നാമത്തെ റോ ഇങ്ങനെ എഴുതി. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഡിറ്റർമിനന്റ് ആകുമ്പം ഏതെങ്കിലും കോളത്തിലോ റോയിലോ കോമൺ ടേംസ് ഉണ്ടെങ്കിൽ പുറത്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് q പുറത്തെടുത്താൽ 1, 2, 3 വരും. ഇതിൽ നിന്ന് 2 പുറത്തെടുത്താൽ 1, 2, 3 വരും. അപ്പോൾ ഇതിന്റെ വാല്യൂ 0 ആണ്. വെരി ഇമ്പോർട്ടൻറ്റ്. അതേപോലെ ഇത് നോക്കൂ, ഇത് എക്സ്പാൻഡ് ചെയ്താൽ എങ്ങനെ വരാം നോക്കൂ. 2, 4, 6 2, 4, 6 കേട്ടോ. പിയുടെ കണ്ട് 1, 2, 3 1 കേട്ടോ. 2 ഇതിന്ന് 2 പുറത്തെത്താ 1, 3, 6 വരും. ഇവിടെ 1, 3, 6 വരില്ലേ? നോക്കൂ, ഇത് എക്സ്പാൻഡ് ചെയ്തൂടെ നമുക്ക്? യു ക്യാൻ എക്സ്പാൻഡ് ദിസ്. ഇത് എക്സ്പാൻഡ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? ഇത് എക്സ്പാൻഡ് ചെയ്താൽ 2, 4, 6. ഇത് എക്സ്പാൻഡ് ചെയ്താൽ 2, 6, 12. പിന്നെ 2, 6, 12 വെച്ചാൽ p, 3p, 6p പ്ലസ് അതേപോലെ തന്നെ എഴുതിയാൽ 2, 4, 6 പിന്നെ 2, 6 പിന്നെ എന്താ എഴുതാം? p ഇതാ എഴുതാം p, 2p, 3p പിന്നെ ഇതന്നെ എഴുതാം p, 3p, 6p. ഇതാദ്യം പോയിട്ടോ, ഞാൻ ഇതാണ് സ്പ്ലിറ്റ് ചെയ്യണത്. ഇപ്പൊ ഇവിടെ നോക്കൂ, 1, 2, 3 ഇതിന്ന് 2 പുറത്തെത്താൽ 1, 2, 3 വരില്ലേ? നോക്കൂ, ഇതിൽ p പുറത്തെത്താൽ 1, 2, 3 ഇതിന്ന് 2 പുറത്തെത്താൽ 1, 2, 3 ഐഡന്റിക്കൽ കോളംസ്, വാല്യൂ 0 ആണ്. അപ്പൊ ഇത് 0 ആയി. ഇനി ഇവിടെ നോക്കൂ, 1, 3, 6 1, 3, 6 കണ്ടോ? 1, 3, 6 ഇത് 2 പുറത്തെത്താൽ 1, 3, 6 അപ്പൊ ഇതും പോയില്ലേ? അപ്പൊ ഇതും 0 ആണ്. ഓക്കെ, അപ്പൊ ഇത് മാത്രമായി. ഇത് എക്സ്പാൻഡ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും? ഇഫ് യു എക്സ്പാൻഡ് ദിസ് എന്താ ഉണ്ടാവുക? ഇത് 2, 4, 6 2, 6, 12 2, 8, 20 പ്ലസ് അടുത്ത ഡിറ്റർമിനന്റ് എന്താ? 2, 4, 6 p, 2p, 3p 2, 8, 20 ഇങ്ങനെയല്ലേ വരിക? ഇനി നോക്കൂ, ഇവിടെ നോക്കൂ, 1, 2, 3 കേട്ടോ. 1, 2, 3 ഇതിൽ 2 പുറത്തെത്താ 1, 2, 3 അല്ലേ? ഇതിൽ p പുറത്തെത്താ 1, 2, 3 അല്ലേ? ഇതും 0 ആവും. അപ്പോൾ വാട്ട് റിമെയിൻസ് ഇസ് സിംപ്ലി ദിസ് ഡിറ്റർമിനന്റ്. അപ്പോൾ ഡിറ്റർമിനന്റ് എയുടെ വാല്യൂ എന്തായിരിക്കും? ഡിറ്റർമിനന്റ് എ ഈസ് ഡിറ്റർമിനന്റ് ഇതെല്ലാം പോയിട്ട് 2 ഇത് ആദ്യം തന്നെ എഴുതായിരുന്നു, ഞാൻ പിന്നെ നിങ്ങൾക്ക് അത് കൺവിൻസ് ചെയ്യാൻ വേണ്ടി എഴുതിയാണ്. 2, 4, 6 2, 6, 12 and 2, 8, 20. ഇത് നമുക്ക് വേഗം സിംപ്ലിഫൈ ചെയ്യാം. എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? ആദ്യത്തെ കോളം അങ്ങനെ എഴുതാം, 2, 4, 6 എഴുതാം. ഇത് സബ്ട്രാക്ട് ചെയ്താൽ മതി. കോളം 2 ഈക്വൽസ് കോളം 2 മൈനസ് കോളം 1 ചെയ്താൽ ഇത് 0 ആയി. 6 മൈനസ് 4 2 ആയി. 12 മൈനസ് 6 6 ആയി. ഇത് സബ്ട്രാക്ട് ചെയ്താൽ 2 മൈനസ് 2 0 ആയി. 8 മൈനസ് 4 4 ആയി. 20 മൈനസ് 6 14 ആയി. And what is the value of this? 2 into 26 28 minus 24 and the value is 8. But ഡിറ്റയുടെ വാല്യൂ 8 ആണ്. ഡിറ്റയുടെ വാല്യൂ 8 ആണെങ്കിൽ ഇത് 3 raised to 12 into 8 raised to 4 ആണ്. അപ്പൊ ആക്ച്വലി എന്താ? 3 raised to 12 into 2 raised to 3 raised to 4 ആണ്. അപ്പൊ 3 raised to 12 into 2 raised to 12 ആണ് അല്ലേ? 2 cube raised to 4 അല്ലേ? അതെ. അപ്പൊ അതാണ് m plus n. അതിന്റെ വാല്യൂ ആണ് 2 raised to m into 2 raised to n. അപ്പോൾ what is m plus n? m plus n equals 12 plus 12, that is 24. 24 is the answer. നല്ല ചോദ്യമാണ്. അതിൽ പ്രശ്നം ഇത്രയേ ഉള്ളൂ, ഡിറ്റർമിനന്റ് വാല്യൂ കാണുക എന്നുള്ളതാണ് അതിലത്തെ പ്രധാനമായിട്ടുള്ള കാര്യം. ഇൻഡിപെൻഡന്റ് ഓഫ് പി ക്യു ആൻഡ് ആർ, അതാണ് അതിലെ ബ്യൂട്ടി. ഐഡന്റിക്കൽ കോളംസ് വന്നാൽ സ്പ്ലിറ്റ് ചെയ്യാം, പിന്നെ ഐഡന്റിക്കൽ കോളംസ് വന്നാൽ 0 ആവും ഉള്ള കൺസെപ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ 8 ആണെന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കൺസെപ്റ്റാണ്. ഓക്കെ, റൈറ്റ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്യാം. എ ഒരു വെക്ടറാണ്, ബി ഒരു വെക്ടറാണ്. സി ഇസ് എ വെക്ടർ പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ലൈസ് ഇൻ ദ പ്ലെയിൻ ഓഫ് എ ആൻഡ് ബി. എയും ബിയും കിടക്കുന്ന പ്ലെയിനിലാണ്.
അപ്പോൾ എയും ബിയും കിടക്കുന്ന പ്ലെയിനിലാണ്. പിന്നെയോ എനോട് പെർപെൻഡിക്കുലർ ആണ്. എനോട് പെർപെൻഡിക്കുലർ ആണെങ്കിൽ എ ക്രോസ് ചെയ്യാം. ഇത് വെക്ടർ ട്രിപ്പിൾ പ്രോഡക്റ്റ് ആണ്. വാട്ട് ഇസ് എ ക്രോസ് ബി? എ ക്രോസ് ബി വിൽ ബി എ വെക്ടർ coplanar with A and B and perpendicular to A. The concept ആണ് A cross B is a vector coplanar with A and B and perpendicular to A. അപ്പോൾ ഇതിന്റെ വാല്യൂ എന്താ? അപ്പോൾ സി പറഞ്ഞാൽ ഇതിനോട് പാരലൽ ആയിരിക്കും. സി ഇതിനെ അവിടെ നിന്നില്ല, സി ഇതിനോട് പാരലൽ ആയിരിക്കും. അപ്പോൾ ഇത് എന്തെങ്കിലും കുറച്ചും കൂടി യൂണിറ്റ് വെക്ടറിനോ വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള കണ്ടീഷൻ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമുക്ക് സി ഇസ് എ വെക്ടർ എന്ന് ഇതിൽ കണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ സി വെക്ടർ ആയിട്ട് പറയുകയാണ്. A cross B. അപ്പോൾ ഇറ്റ് ഈസ് A dot B A minus A dot A B. ഇതാണ് ഇതിന്റെ ഫോർമുല. A dot A B. അപ്പോൾ A dot B പറയുമ്പോൾ എന്താ? A dot B. അപ്പോൾ 2 plus 1. A dot B എന്താ? What is the value of A dot B? A dot B is equal to 2 plus 12 plus 12. അപ്പോൾ 12 24 2 26 A. A എന്താ? I plus 4J plus 3K minus A dot A. A dot A പറയുന്നത് എന്താ? 1 plus, what is A dot A? A dot A is equal to 1 plus 16 plus 9. 26 അല്ലേ? അഗെയിൻ അതും 26 ആണ്. മൈനസ് 26 ഇൻറ്റു ബി. ബി എന്താ? 2I plus 3J plus 4K. അപ്പോൾ 26 വേണമെങ്കിൽ പുറത്തെടുക്കാം, സബ്ട്രാക്ട് ചെയ്യാം. It is 26 into I minus 2I, it is minus I. 4J minus 3J is plus J. 3K minus 4K is again minus K. അപ്പം ഇതാണ് ആ വെക്ടർ. അപ്പോൾ ഇതിനോട് പാരലൽ ആണ്. C will be parallel to it. C എന്നുള്ള വെക്ടർ, C is a vector which is parallel to it. C എന്ന് പറയുന്നത് ഇതിനോട് പാരലൽ ആയിരിക്കും. C is parallel to it. C is equal to പറയാൻ പറ്റില്ല. അപ്പോൾ C is parallel to it. Parallel to it ആണ് 26 into that ആയിരിക്കും. C പറയുന്നത് ഇതിനോട് പാരലൽ ആയിരിക്കും. അപ്പോൾ ഇതിൽ ഏതാ ആൻസർ വരിക? മൈനസ് ഐ പ്ലസ് ജെ മൈനസ് കെ. മൈനസ് ഐ പ്ലസ് ജെ മൈനസ് കെ. അപ്പോൾ ഇവിടെ ആൻസർ മോസ്റ്റ് സൂട്ടബിൾ ആൻസർ ഇതാണ്. ഇനി സ്കേലാർ മൾട്ടിപ്പിൾ വിൽ വർക്ക്. ഇത് ഐ മൈനസ് ജെ പ്ലസ് കെ ആയാലും ആൻസർ സെയിം തന്നെയാണ്. ഓക്കെ, ഇനി രഞ്ജിത്ത് സാറ് വരും. ഓക്കെ, റൈറ്റ്, താങ്ക് യു. ഓക്കെ, മാത്തമാറ്റിക്സിലൊരു കുറച്ച് ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. ഇതൊക്കെ ലാസ്റ്റ് നമ്മൾ ചെയ്തു. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു. dy/dx ഈക്വൽ ടു e⁻² √x ഇൻറ്റു g of f of x മൈനസ് y/√x. ഓക്കെ, ആദ്യം നമുക്കിതൊന്ന് ഇവാലുവേറ്റ് ചെയ്യാം. ഈ ഫംഗ്ഷൻ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം. എഫ് ഓഫ് എക്സ് ഇവിടെ നോക്കൂ. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 1 ദാറ്റ് ഈസ് എക്സ് മൈനസ് 2 അല്ലേ? എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ ഈ എക്സിന്റെ പ്ലേസിൽ എഫ് ഓഫ് എക്സ് കൊടുക്കുന്നു. അപ്പോൾ എക്സ് മൈനസ് 1 മൈനസ് 1. ഇതിനകത്തൊരു ജിയോടെ വന്നു കഴിഞ്ഞാൽ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ e⁻² എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ ജിയോടെ വരുന്നുണ്ട്. അപ്പോൾ dy/dx നമുക്ക് കിട്ടുന്നത് e⁻² √x ഇൻറ്റു എന്ത് വരും? എക്സ് മൈനസ് 2 എന്ന് വരും. കാരണം ജി ഓഫ് എക്സ് e⁻x ആണ്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് എക്സ് മൈനസ് 2 വന്നു. അപ്പോൾ e⁻x മൈനസ് 2 മൈനസ് y/√x
ഇത് ലെഫ്റ്റിലേക്ക് വന്നാൽ നമുക്ക് മനസ്സിലാവും dy/dx പ്ലസ് 1/√x ഇൻറ്റു y സീക്കൽ ടു e⁻²√x ഇൻറ്റു e⁻x-2 ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുന്നു. e⁻ഇന്റഗ്രൽ പി ഡി എക്സ് എന്ന് വരും. വൈയുടെ കോഎഫിഷ്യൻ്റ് ആണ് പി ആയിട്ട് വരുന്നത്. e⁻ഇന്റഗ്രൽ പി ഡി എക്സ് 1/√xൻ്റെ ഇൻ്റഗ്രൽ 2√x വരും. e⁻2√x ദാറ്റ് ഈസ് ദ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. നമുക്കിനി അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. സൊല്യൂഷൻ എന്ന് പറയുന്നത് y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ e⁻2√x സീക്കൽ ടു q എന്ന് പറയുന്ന റൈറ്റിൽ വരുന്നത് അത് e⁻²√x ഇൻറ്റു e⁻x-2 ഇൻറ്റു e⁻2√x q ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻ്റഗ്രൽ ഓഫ്, അപ്പോൾ ഇത് രണ്ടും കട്ടായി പോകുന്നു. y ഇൻറ്റു e⁻2√x സീക്കൽ ടു ഇൻ്റഗ്രൽ ഓഫ് e⁻x-2 എന്ന് പറഞ്ഞാൽ e⁻x-2 പ്ലസ് c എന്ന് വരും അല്ലേ, e⁻x-2/1. സി കണ്ടുപിടിക്കാൻ വേണ്ടി എക്സിന് 0 വൈക്ക് 0 കൊടുക്കാന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എക്സിനും വൈക്കും നമ്മൾ 0 കൊടുത്തു കഴിയുമ്പോൾ 0 സീക്കൽ ടു e⁻2 പ്ലസ് സി എന്ന് വരും. എക്സിനും 0 കൊടുത്തു, വൈക്കും 0 കൊടുത്തു. അപ്പോൾ സി സീക്കൽ ടു മൈനസ് e⁻2 e⁻2√x സീക്കൽ ടു e⁻x-2 മൈനസ് e⁻2 സിയുടെ വാല്യൂ നമ്മൾ കൊടുത്തു. ഇനി y(1) കണ്ടുപിടിക്കുക. ഈ കിട്ടിയിരിക്കുന്ന ഫംഗ്ഷനകത്ത് എക്സിന് 1 എന്ന് കൊടുക്കുക. അപ്പോൾ y ഇൻറ്റു ഇ സ്ക്വയർ സീക്കൽ ടു 1/e മൈനസ് 1/e² അല്ലേ. എക്സിന് 1 കൊടുക്കുമ്പോൾ e⁻2 വരും. ദെൻ y സീക്കൽ ടു, ഇത് LCM കണ്ടു കഴിഞ്ഞാൽ എന്ത് വരും, e⁻1/e² വരും. പിന്നെ ഈ e² താഴേക്ക് ചെല്ലുമ്പോൾ ഇൻറ്റു e² വരും അല്ലേ. e² LCM കണ്ടു കഴിഞ്ഞാൽ e⁻1/e² വരും. ഈ e² താഴേക്ക് ചെല്ലുമ്പോൾ ഓപ്ഷൻ എ കിട്ടും, e⁻1 ഡിവൈഡഡ് ബൈ e⁻4. e⁻1/e⁻4 കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ക്വാഡ്രാറ്റിക്കിൽ നിന്ന് എല്ലാ സെഷനിലും തന്നെ ടൈപ്പ് മോഡുലസിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഇപ്പോൾ ഫസ്റ്റ് രണ്ട് ഫംഗ്ഷൻ്റെ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ റൂട്ട്സ്, ഈ രണ്ട് ഇക്വേഷൻ്റെയും റൂട്ട്സിൻ്റെ സ്ക്വയറിൻ്റെ സം. ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് ചൂസ് ചെയ്യാം. നമുക്കിപ്പോൾ മോഡ് x-2 പകരം t കൊടുത്താൽ t² പ്ലസ് t-2 സീക്കൽ ടു 0 എന്ന് കിട്ടും. t+2 ഇൻറ്റു t-1 സീക്കൽ ടു 0, t സീക്കൽ ടു 1, -2. അതായത് മോഡ് x-2 സീക്കൽ ടു -2 പറ്റില്ല, 1 എടുക്കാൻ പറ്റുള്ളൂ അല്ലേ. മോഡുലസ് ഫംഗ്ഷനാണ്, നമുക്ക് നെഗറ്റീവ് പറ്റില്ല. സോ x-2 സീക്കൽ ടു +or-1, x ഈക്വൽ ടു പോസിറ്റീവ് എടുത്താൽ 3 എന്നും നെഗറ്റീവ് എടുത്താൽ x ഈക്വൽ ടു 1 എന്നും കിട്ടും. ശരിയല്ലേ. +1 എടുത്താൽ 3, -1 എടുത്താൽ. അപ്പോൾ ഇതിൻ്റെ സ്ക്വയറിൻ്റെ സം ഓഫ് സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞാൽ 3² + 1² ഈക്വൽ ടു 10 എന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്ത ഇക്വേഷൻ നമുക്ക് ചൂസ് ചെയ്യാം. അടുത്ത ഇക്വേഷനിൽ നമുക്ക് രണ്ട് കേസായിട്ട് അതിനെ കൺസിഡർ ചെയ്യാം. ഒന്ന് എക്സ് പോസിറ്റീവ് ആകുമ്പോൾ, അല്ല എക്സ് ഗ്രേറ്റർ ദാൻ 3 ആകുമ്പോൾ, അതായത് x-3 പോസിറ്റീവ് ആകുമ്പോൾ x² - 2x + 6 - 5 ഈക്വൽ ടു 0. That implies x-1 the whole square is equal to 0. That implies x equal to 1 എന്ന് കിട്ടും. പക്ഷേ x ഗ്രേറ്റർ ദാൻ 3 എന്നാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഈ വാല്യൂ ചൂസ് ചെയ്യുന്നില്ല. ഇനി x <3 വരുമ്പോൾ ഇത് നെഗറ്റീവ് വരും. അപ്പോൾ x² + 2x -6
ഇത് നെഗറ്റീവ് വരും, -6 -5 = 0. ദാറ്റ് ഇംപ്ലൈസ് x² + 2x - 11 = 0. It's a quadratic expression. X is equal to -b ± √b² - 4ac by 2, which is equal to -2 ± 2 √12 by 2, which is equal to -1 ± √12. അപ്പോൾ എക്സിന് നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടും. ഒന്ന് x is equal to √12 - 1 എന്നും മറ്റൊന്ന് -√12 + 1 എന്നും കിട്ടും. ഈ രണ്ട് വാല്യൂസ് അല്ലേ, ഈ രണ്ട് വാല്യൂസും 3യേക്കാൾ ചെറുതാണ്. ഈ രണ്ട് വാല്യൂസും 3യേക്കാൾ ചെറുതാണ്. അപ്പോൾ ഈ രണ്ട് വാല്യൂ നമുക്ക് എടുക്കാം. ഇതിൻ്റെ സ്ക്വയറിൻ്റെ സം എടുത്താൽ √12 - 1 the whole square plus √12 + 1 the whole square എന്ന് പറഞ്ഞാൽ a + b whole square plus a - b whole square എന്ന് പറയുമ്പോൾ 2 × a² + b². അപ്പോൾ 2 × 12 + 1 എന്ന് കിട്ടും. അത് 26 കിട്ടും. അപ്പോൾ ഇത് 26, ഇത് 10. സോ ഇതിൻ്റെ എല്ലാ സമ്മാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 26 + 10 36 ആൻസർ കിട്ടും. ഓക്കെ, 36. എല്ലാ ഷിഫ്റ്റിലും തന്നെ ഈ ടൈപ്പ് മോഡുലസിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ഏരിയയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. രണ്ട് ഗ്രാഫാണുള്ളത്. ഒന്ന് y < √9x. സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ്റെ ഗ്രാഫ് നിങ്ങൾക്കറിയാം, ഈ രീതിയിൽ പോകുന്നു. ദാറ്റ് ഈസ് y √9x. ആ റൂട്ട് എക്സിന് ബാധകമാണോ എന്ന് അറിയില്ല, അത് എക്സിന് ബാധകമായിരിക്കും. അല്ലെങ്കിൽ 3√x എന്ന് കൊടുത്താൽ മതിയല്ലോ, എല്ലാം കംപ്ലീറ്റ് ഉണ്ടാവും. അടുത്ത ഇക്വേഷൻ വേണമെങ്കിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. y² -6 × x - 1/2. ശരിയല്ലേ? x - 1/2 എന്നെഴുതാം. -6 അകത്തേക്ക് ചെല്ലുമ്പോൾ +3. ഈ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ y² -4ax. അപ്പോൾ അത് ഓപ്പൺ ലെഫ്റ്റ് വാർഡ് ആയിരിക്കും. ദെൻ എക്സിന് 1/2 കൊടുക്കുമ്പോൾ 0 വരും. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് ഏകദേശം ഈ ഷേപ്പിൽ വരും. അപ്പോൾ ഈ പോയിന്റ് 0, ഈ പോയിന്റ് 1/2, ഈ പോയിന്റ്, ഇത് രണ്ടോടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഒന്ന് നോക്കിയാൽ മതി. ഒന്ന് y √9x. അപ്പോൾ yക്ക് √9x എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ഈ ഇക്വേഷനെ കൊടുത്തു കഴിഞ്ഞാൽ 9x = 3 - 6x കിട്ടും. 15x = 3 വരും. x = 1/5 എന്ന് വരും. അപ്പോൾ ഇത് മീറ്റ് ചെയ്യുന്ന x കോർഡിനേറ്റ് മാത്രം എടുത്താലും മതി. ദാറ്റ് ഈസ് 1/5 വരും. ഓക്കെ, ദെൻ ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ. ഈ പോർഷൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. y പോസിറ്റീവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അപ്പർ പോർഷൻ മതി, താഴേക്ക് വേണ്ട. ഇൻ്റഗ്രൽ 0 മുതൽ 1/5 വരെ. 0യിൽ സ്റ്റാർട്ട് ചെയ്ത് 1/5 അവസാനിക്കുന്നു. ഇവിടെ വരുന്ന കർവ് √9x ആണ്. dx പ്ലസ് 1/5 മുതൽ 1/2 വരെ. ഇൻ്റഗ്രൽ 1/5 മുതൽ 1/2 വരെ. ഈ കർവ് പരാബോളയുടെ y എന്ന് പറയുന്നത് √3 - 6x dx ആയിരിക്കും. ഓക്കെ, ഇത് രണ്ടും ഇൻ്റഗ്രേഷൻ നടത്തുക. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുക, ആൻസറിലേക്ക് എത്താം. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് ലിമിറ്റിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ. സി, സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് ലിമിറ്റ് x → 0, ലിമിറ്റ് x → 0 tan ഇൻവേഴ്സ് x പ്ലസ്, ഇത് ഹോൾ റൈസ് ടു 1/2 ഉണ്ട്. ആ 1/2 ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. log 1 + x / 1 - x - 2x / x raised to 5. ഈ ഫംഗ്ഷൻ്റെ ആൻസർ 2/5 കിട്ടുമെന്നാണ് അവർ പറയുന്നത്. ഇത് സീരീസ് അപ്ലൈ ചെയ്യുന്നതാണ് ബെറ്റർ. സീരീസ് അപ്ലൈ ചെയ്യുമ്പോൾ നോക്കൂ,
ലോഗ് 1 പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 മൈനസ് എക്സ് റൈസ് ടു 4 ബൈ 4 പ്ലസ് എക്സെട്ര എന്നും ലോഗ് 1 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് എക്സ് ക്യൂബ് ബൈ 3 മൈനസ് എക്സ് റൈസ് ടു 4 മൈനസ് എക്സെട്ര എന്ന് എഴുതാം. ഇത് രണ്ടോടെ സബ്ട്രാക്ട് ചെയ്താൽ, അതായത് ലോഗ് 1 പ്ലസ് എക്സ് മൈനസ് ലോഗ് 1 മൈനസ് എക്സ് ചെയ്താൽ, ഈ രണ്ട് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്താൽ 2x എക്സ് സ്ക്വയറിനിട്ടേം കട്ടായി പോകും, പ്ലസ് 2x ക്യൂബ് ബൈ 3 പ്ലസ് 2x റൈസ് ടു 5 ബൈ 5 ഇതേ രീതിയിൽ പോകും. ഇതിനകത്തുനിന്ന് 2 കൂടെ ഔട്ട് സൈഡ് എടുത്താൽ ലോഗ് എ മൈനസ് ലോഗ് ബി ലോഗ് എ ബൈ ബി എന്ന് എഴുതാൻ 2 താഴേക്ക് വന്നാൽ ഈ ഫംഗ്ഷൻ വരും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, അത് ബൈ ഹാർട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം കേട്ടോ. ലോഗ് 1 പ്ലസ് എക്സ് ലോഗ് 1 മൈനസ് എക്സ് ഹാഫ് ഇൻറ്റു, അല്ലെങ്കിൽ ലോഗ് 1 പ്ലസ് എക്സ് ബൈ 1 മൈനസ് എക്സ് 2 ഇൻറ്റു എന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലോഗ് 2 ഇത്രയും വാല്യൂസ് സീരീസ് അറിഞ്ഞിരുന്നാൽ നല്ല കാര്യം. ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് എക്സ് റൈസ് ടു 5 ബൈ 5 മൈനസ് എക്സെട്ര പ്ലസ് ഇതിൻ്റെ വാല്യൂ വരുന്നത് 1/2 ഇവിടെ വന്നു കഴിഞ്ഞാൽ എക്സ് പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് എക്സ് റൈസ് ടു 5 ബൈ 5 പ്ലസ് എക്സെട്ര മൈനസ് 2x ബൈ എക്സ് റൈസ് ടു 5. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു ഇതിനകത്ത് എക്സ് പ്ലസ് എക്സ് സി എക്സ് പ്ലസ് എക്സ് 2x വരും, ഈ 2x ആയിട്ട് അത് കട്ടായി പോവും. മൈനസ് എക്സ് ക്യൂബ് ബൈ 3യും പ്ലസ് എക്സ് ക്യൂബ് ബൈ 3യും കട്ടായി പോവും. പിന്നീട് വരുന്ന ടൈം, അതായത് ഡിനോമിനേറ്റർ വരുന്നത് എക്സ് റൈസ് ടു 5 ആണ്, അതിനേക്കാൾ ലെസ് ഡിഗ്രി ടൈംസ് എല്ലാം ന്യൂമറേറ്ററിൽ കട്ടാവണം, എങ്കിലേ നമുക്കൊരു ഫൈനൈറ്റ് ആൻസർ കിട്ടുള്ളൂ. അപ്പോൾ എക്സ് റൈസ് ടു 5നേക്കാൾ ലെസ് ആയിട്ടുള്ള കംപ്ലീറ്റ് ടൈംസ് എക്സ് ആൻഡ് എക്സ് ക്യൂബ് ക്യാൻസൽഡ്, ദെൻ എക്സ് റൈസ് ടു 5 എന്താണോ ഡിനോമിനേറ്ററിൻ്റെ പവർ, ദാറ്റ്സ് ദ ആൻസർ. അതിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിരിക്കും ആൻസർ. അപ്പോൾ ഡിനോമിനേറ്റർ എക്സ് റൈസ് ടു 5 ആണ്, അതിൻ്റെ കോഎഫിഷ്യൻ്റ് വരുന്നത് ഇത് രണ്ടോടെ ആഡ് ചെയ്താൽ 2/5 എക്സ് റൈസ് ടു 5 ബൈ എക്സ് റൈസ് ടു 5. ഇനി എത്ര ടൈം ഉണ്ടെങ്കിലും നമുക്ക് പ്രശ്നമില്ല, അതൊക്കെ 0 ആയി പോകും. സോ ഇറ്റ്സ് ആൻസർ ഈസ് 2/5. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് 1 ട്രൂ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ട്രൂ ആണ്. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് 2 സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റോടെ ഒന്ന് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റൈസ് ടു 2 ബൈ എക്സ് മൈനസ് 1ൻ്റെ വാല്യൂ ഇ റൈസ് ടു 2 എന്നാണ് അവർ കൊടുത്തിരിക്കുന്നത്. എക്സിന് 1 കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം 1 റൈസ് ടു ഇൻഫിനിറ്റി ഫോമാണ് വരുന്നത്. റിസൾട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇ റൈസ് ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 അല്ല, എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് റൈസ് ടു ജി ഓഫ് എക്സ് എന്നാണ് വരുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്നുള്ളതിന് പകരം 1 പ്ലസ് ചെയ്ത് 1 മൈനസ് ചെയ്ത് കഴിയുമ്പോൾ എക്സ് മൈനസ് 1 ഇൻറ്റു ജി ഓഫ് എക്സ്, ദാറ്റ് ഈസ് 2 ബൈ എക്സ് മൈനസ് 1. എക്സ് മൈനസ് 1 ക്യാൻസലായി പോകും. സോ ആൻസർ ഈസ് ഇ സ്ക്വയർ. 1 റൈസ് ടു ഇൻഫിനിറ്റി ഫോം നിങ്ങൾ പഠിക്കുന്നതാണ്. 1 റൈസ് ടു ഇൻഫിനിറ്റി ഫോമിൻ്റെ അതേ റിസൾട്ട് തന്നെ അപ്ലൈ ചെയ്താൽ മതി, ഇ സ്ക്വയർ എന്ന് കിട്ടും. സോ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ട്രൂ. രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ലിമിറ്റിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിൽ നിന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫംഗ്ഷൻ എഫ് ഈസ് ഡിഫൈൻഡ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈസ് ഗിവൺ ആസ് എക്സ് ബൈ 3 പ്ലസ് 3 ബൈ എക്സ് പ്ലസ് 3. This function is strictly increasing in an interval and strictly decreasing in another interval. Then sum of the squares of its values. നിങ്ങൾക്കറിയാം സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ് ആയാലും ഡിക്രീസിങ് ആയാലും ചെക്ക് ചെയ്യുന്നത് ഫസ്റ്റ് ഡിഫറൻസിയേഷൻ വഴിയാണ്. എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ 1/3 മൈനസ് 3 ബൈ എക്സ് സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 9/3 സ്ക്വയർ എന്ന് കിട്ടും. എൽ സി എം കണ്ടു കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പോടെ വേണമെങ്കിൽ എഴുതിയാൽ എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 3/3 സ്ക്വയർ എന്ന് കിട്ടും എഫ് ഡാഷ് എക്സ്. ഓരോ ഫാക്ടേഴ്സും ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ ക്രിട്ടിക്കൽ പോയിന്റ് ആർ
എക്സ് ഈക്വൽ ടു -3, എക്സ് ഡിനോമിനേറ്റർ 0 കൊടുക്കും, എക്സ് ഈക്വൽ ടു 0 ആൻഡ് എക്സ് ഈക്വൽ ടു 3 അല്ലേ? ഓരോ ഫാക്ടേഴ്സ് ഇതിനകത്ത് എക്സ് ഈക്വൽ ടു -3, എക്സ് ഈക്വൽ ടു 3, എക്സ് ഈക്വൽ ടു 0. ദെൻ ഡ്രോ എ നമ്പർ ലൈൻ, മാർക്ക് ദിസ് ക്രിട്ടിക്കൽ പോയിന്റ്സ് -3, 0 and 3. See, this become positive. 3യേക്കാൾ വലിയ ഏത് വാല്യൂ കൊടുത്താലും ഇത് പോസിറ്റീവ് ആണ്. 0 മുതൽ 3 വരെ ഇത് നെഗറ്റീവ് ആണ്. 0 മുതൽ 3 വരെ ഏത് വാല്യൂ കൊടുത്താലും നെഗറ്റീവ് ആണ്. അതുപോലെ തന്നെ 0ക്കും -3ക്കും ഇടയിൽ, 0ക്കും -3ക്കും ഇടയിൽ നെഗറ്റീവ് തന്നെയായിരിക്കും. കാരണം 0 എന്ന് പറയുന്ന ടേണിംഗ് പോയിന്റ് ഇവിടെ നിന്നാണ് കിട്ടുന്നത്. ഇത് ഒരു ഈവൻ പവർ ആണ്. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് എടുത്താലും റൈറ്റ് എടുത്താലും ഒരേ ഡിഗ്രി തന്നെയായിരിക്കും. സംശയം ഉണ്ടെങ്കിൽ നോക്കിക്കോ, എക്സിന് -2 കൊടുത്തു കഴിഞ്ഞാൽ ഇത് നെഗറ്റീവ് വരും, ഇത് നെഗറ്റീവ് വരും, ഇത് പോസിറ്റീവ് വരും. സോ പോസിറ്റീവിൻ്റെ നെഗറ്റീവ് ആൻസർ നെഗറ്റീവ് ആയിരിക്കും, ഇത് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, സി അപ്പോൾ നമുക്ക് സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ്, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇതാണ് സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ് എന്ന് പറഞ്ഞ് നമുക്ക് ഇൻ്റർവെല്ല് കിട്ടുന്നത് -∞ മുതൽ -3 വരെയും യൂണിയൻ 3 മുതൽ ∞ വരെയും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് α1ഉം α2ഉം കിട്ടി. ഓക്കെ, ഇനി ഇത് ഡിക്രീസിങ് വരുന്നത് ഇവിടെ 0 നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ, കാരണം 0 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ട് ഡിഫൈൻഡിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഓപ്പൺ ഇൻ്റർവെല്ല് കൊടുത്താൽ -3 മുതൽ 0 വരെ യൂണിയൻ 0 മുതൽ 3 വരെ അല്ലേ? -3 മുതൽ 0 വരെ യൂണിയൻ 0 to 3. അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് α3, -3, α4, α5 എല്ലാത്തിൻ്റെയും വാല്യൂ കിട്ടി. ഇതിൻ്റെ എല്ലാ സ്ക്വയറിൻ്റെ സമ്മാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ 9 അല്ലേ? -3 സ്ക്വയർ 9, α1 എന്ന് പറയുന്നത്, α2 എന്ന് പറയുന്നത് 9 പ്ലസ് α3 എന്ന് പറയുന്നത് -3, അതിൻ്റെ സ്ക്വയർ 9 പ്ലസ് 0 പ്ലസ് 9. സോ ആൻസർ 36 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി JEE മെയിൻസ് പേപ്പറിൻ്റെ ഡിസ്കഷൻ അവസാനിക്കുകയാണ്. 9 സ്ലോട്ടാണ് ഉണ്ടായിരുന്നത്. 9 സ്ലോട്ടിൻ്റെയും കിട്ടിയ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, താങ്ക് യു, ബൈ. അതോടൊപ്പം തന്നെ എല്ലാവർക്കും ആഗ്രഹിച്ചതുപോലെ നല്ല റിസൾട്ടുകൾ കിട്ടട്ടെ. ഇനി JEE അഡ്വാൻസിനുള്ള പ്രിപ്പറേഷൻസ് എല്ലാം നിങ്ങൾക്ക് ആരംഭിക്കാം. തീർച്ചയായിട്ടും അതിനായിട്ടുള്ള ഹെൽപ്പുകളും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. താങ്ക് യു. ആ